ആദ്യത്തെ രാത്രി ഉണ്ടല്ലേ, പുതിയാപ്പിള പുതിയ പെണ്ണ് കാണുന്നെന്ന്, അന്ന് രാത്രി രണ്ടാള് ഒന്നിക്കുന്ന റൂമില്. അന്ന് ഒരു സംസാരം തുടങ്ങി തന്നെ. എന്ത് തുടങ്ങിയ? നിക്ക് ആരോടെങ്കിലും ലവ് ഉണ്ടായിന പണ്ട്? ആദ്യത്തെ ചോദ്യം തന്നെ ഇതാണ്. ഞാനിത് വെറുതെ പറയല്ല, നിന്റെ കുടുംബജീവിതം തകരും, ഒരു സംശയമില്ല. ഞാനിത് വെറുതെ പറയല്ല. വിളിക്കാത്ത മങ്ങത്തേക്ക് പോയിരണ്ട, നല്ല പണിയല്ല അത്. അവിടെ പോയാൽ അത് കൊളാക്കലാണത്. കാരണം എന്താ? മംഗലം എന്ന് പറഞ്ഞ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള സമയമല്ലേ. അതുകൊണ്ട് തന്നെയല്ലേ ഒരു പുതിയാപ്പിളയും പുതിയ പെണ്ണിന്റെ ഉപ്പയും നിക്കാഹിന്റെ സദസ്സിലേക്ക് പോകേണ്ടത് എങ്ങനെയാണെന്ന് അറിയോ? നിങ്ങൾക്ക് അറിയോ? ഒരു സുന്നത്തായ കാര്യം പറഞ്ഞുതരാം ശരിക്കും കേൾക്കും. മംഗലാവാൻ പോകുന്നവര് ആവാത്തവരെല്ലാരും കൂടി കേൾക്കട്ടെ. നമ്മ എങ്ങനത്തെ കുപ്പായെല്ലാം ധരിപ്പിക്കുന്നു ഇല്ലേ? നിക്കാഹിക്കിടാൻ ഒരു കുപ്പായം വേറെ, അതിന് തങ്ങന്മാരെ പോലത്തെ ഒരു തൊപ്പി വേറെ, നിക്കാഹിന്റെ സദസ്സിൽ മാത്രം ഇടാൻ. അത് കഴിഞ്ഞിട്ട് നിക്കാഹ് കഴിഞ്ഞിട്ടുള്ളത് വേറെ. ഇങ്ങനെ ഓരോന്നുണ്ടാവും. എന്നാല് നിക്കാഹിന്റെ ചടങ്ങിലേക്ക് പോകുമ്പോ ഒരു സുന്നത്തായ കാര്യമുണ്ട്. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെയാണ്. അങ്ങനെ കുറെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എന്താണെന്നറിയോ? നിക്കാഹിന്റെ സദസ്സിൽ പോയി ഇരിക്കണ മുമ്പ് ഉളു എടുക്കണം. പുതിയാപ്പിള വന്നോളണം. ഈ നിക്കാഹിനെല്ലാരും കൊണ്ട് നിർത്തിയിട്ടുണ്ടല്ലേ, കുറെ ലേറ്റാക്കിക്കുന്ന പണി ഉണ്ടല്ലേ, അത് നമ്മ ഒരിക്കലും ആഭാസം തന്നെ അതും കൂടി പറയട്ടെ. നിക്കാഹിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു സമയം നിശ്ചയിച്ചിന്. എന്ത് സമയോ? 11 മണിക്ക് കായിൻ തീർന്നു, ഉദാഹരണം പറയാം. അല്ലെ 11:30. അപ്പൊ ചില ആളുകൾ 11 മണിക്ക് വെക്കുന്ന എന്തിനാ? ആദ്യം തന്നെ പറയുന്നത് 11 മണിക്ക് വെച്ചെങ്കിൽ 11:30 എത്തുവാറ്. അപ്പൊ 11:30 ആക്കാം. അപ്പൊ തന്നെ നീയത്ത് ശരിയില്ല. അങ്ങനല്ല, ഒരു ടൈം വെച്ചെങ്കിൽ പുതിയാപ്പിളന്റെ ടീമുകാരും പുതിയ പെണ്ണിന്റെ ടീമുകാരും കറക്റ്റ് വരണോ. അല്ല, ഞങ്ങൾ വരുന്ന വഴിക്ക് ബ്ലോക്ക് ഉണ്ടായി, അത് ബ്ലോക്ക് മുമ്പ് തന്നെ അറിയുന്നല്ലേ. ബ്ലോക്ക് വരുന്ന റൂട്ടിൽ ബ്ലോക്ക് ഉണ്ടെന്ന് മുമ്പേ അറിയുന്നതാണ്. അപ്പൊ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയിട്ട് കൃത്യസമയത്ത് തന്നെ എന്താക്കുക, നിക്കാഹ് നടത്താം. എല്ലാരും വരാൻ. പിന്നെ പറയുന്ന ഓ എത്തിയിട്ടില്ല, മറ്റോ എത്തിയിട്ടില്ല, ഓക്ക് എന്താ കുറച്ച് ബേർത്താൻ എന്തേ ഒക്കെ അല്ല ഞാൻ പറഞ്ഞു അല്ലേ ഒക്കെ. പിന്നെ ഈ വന്നിരിക്കുന്നവന്റെ സമയത്തിന് ഒരു നിലം വിലൊന്നുമില്ലേ? അത് ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ നിക്കാൻ എല്ലാരും ഇങ്ങനെ കാത്തിരിക്കുമ്പോ രണ്ടാൾ പേരുന്ന അന്ന് ഓർക്ക് ഭയങ്കര ഡിമാൻഡ് അല്ലേ? ഖത്തീബ് ഉസ്താദ് ജുമാക്ക് വരും പോലെ എല്ലാരും പള്ളിയിൽ ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ടാവോ അല്ലേ? ഒരാൾ ചോദിച്ചു, ഈ ഖത്തീബന്മാരെല്ലാം ബെടക്കായി പോയിനാരെന്ന്. ഒക്കെ ആര് പറഞ്ഞു ബെടക്കാനെ? വെറുതെ പറഞ്ഞു. അല്ല, ഓര് എല്ലാരോടും വന്നിട്ട് പള്ളിക്ക് വന്നിട്ട് അൽക്കാഫല്ല ഓതാൻ ചൊല്ലുന്നാര് സ്വലാത്തു എല്ലാം തന്നെ ഓർ പേരുന്നപ്പോ മിമ്പർക്ക് കയറുമ്പോ ഡയറക്റ്റ് സുന്നത്ത് പോലും നിസ്കരിക്കുന്നില്ല, വരുന്ന ഡയറക്റ്റ് കയറുന്നല്ലേ പോന്നു. അത് ഓരോ ക്രമം അങ്ങനെ. ഇവിടെ ഓര് പിന്നെ കുറെ നേരത്തെ വരേണ്ടവരല്ല, ഒരാ സമയാകുമ്പോ വന്നിട്ട് അപ്പൊ എല്ലാരും ഇങ്ങനെ കാത്തിരിക്കും. ഓ, ഞങ്ങളെ ഖത്തീബ് ഉസ്താദ് അയാൾ വന്ന് നല്ല കുപ്പായെല്ലാം ഇട്ടിട്ട് നല്ല ഗമഗമ അത്തറെല്ലാം ഇട്ടിട്ട് വരുമ്പോ ഒരു എല്ലാരും ഒന്ന് കറക്റ്റ് അല്ല ഇരുന്ന് ഇനിയിപ്പോ ഉസ്താദിന്റെ ഖുത്ബ കേൾക്കാൻ പോവാണ്. അങ്ങനെയാണ് കയറുന്നത്. അതിനാണ്. അപ്പൊ ഓർത്ത് ഇങ്ങനെ നിൽക്കി നോക്കുന്നേ, ഇയാള് സ്റ്റെപ്പൊക്കെ ഏത് കാല് ഫസ്റ്റ് വെക്കുന്നേന്ന്. അങ്ങനെ ഉണ്ടല്ലോ സ്റ്റെപ്പൊക്കെ ഏത് മിമ്പർ എല്ലാം ഇങ്ങനെ കണ്ണോജിമാരുണ്ടാവും കുറച്ച്. അതിന് ഞങ്ങളുടെ നാട്ടിലെ കണ്ണോജി എന്നാ പറയാം, ഇവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല. അപ്പൊ കണ്ണോജിമാർ ഇങ്ങനെ നോക്കൂ സ്റ്റെപ്പ് ആദ്യം കാല് വെക്കുന്നേത്, ഏത് കാല് വേണേയും വെച്ചോട്ട്. അയാൾ ചിലപ്പോ ഇടത്ത കാലെന്നെ ആദ്യം വെച്ചെന്ന് കരുതാ. നിങ്ങൾ അതൊന്നും ചൊല്ലാൻ പോണ്ട, അയാൾക്ക് വിവരമുണ്ട്, അയാൾക്ക് വിവരമുള്ള പോലെ അയാൾ വെച്ചോളൂ. ഞമ്മ അതൊന്നും ഉണ്ടാക്കണ്ട, അഭിപ്രായം പറയണ്ട. അല്ല, അയാൾ ബെൽത്ത കാല് വെച്ചിട്ടില്ല എന്തേ, അപ്പൊ അയാളെടുത്തുണ്ടെങ്കിൽ വിവരം ഉണ്ടാവും, ഏത് വേണമെങ്കിൽ വെക്കാന്നുണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മ ഉണ്ടാക്കണ്ട. അതിന്റെ പേരിൽ എന്തോ ഇതെന്തെങ്കിലും ആയ ശേഷം പറയുന്നറിയോ? ഇതെന്നെ പറയുന്നത് എന്തെങ്കിലും ആയ ശേഷം ലാസ്റ്റ് പറയുന്നത് അയാൾ അന്ന് തന്നെ ഫസ്റ്റ് സുറൂക്ക് വന്നെന്നെ എനിക്ക് മനസ്സിലായി അയാൾ അത്ര ശരിയില്ല. എന്തേ? അതിൽ ഇടത്ത കാലം വെച്ചിട്ട് തന്നെ സ്റ്റെപ്പ് കയറി തന്നെ ഫസ്റ്റ് കയറി. അതിന് ഇടത്ത കാലം വെച്ചിട്ട് കയറരുത് ഏത് കിതാബിൽ പറഞ്ഞിനെ? ഇപ്പൊ ഞാൻ അതിലേക്ക് കിടക്കണില്ല, ഞാൻ ആ വിഷയം പറയല്ല. അപ്പൊ ഈ ഉസ്താദ് ഇങ്ങനെ വരുമ്പോ എല്ലാവരും കാത്തിരിക്കണ പോലെ അൽഹംദുലില്ലാ മംഗളത്തിന്റെ അന്ന് ഓഡിറ്റോറിയം ഉണ്ട്, ഓളുണ്ട്, എല്ലാവരും രണ്ട് കുടുംബത്തിന്റെ പെണ്ണിന്റെ ആണിന്റെയും മുതിർന്ന കാരണവന്മാരെല്ലാരും ഉണ്ട്. എല്ലാരും ഇങ്ങനെ നിൽക്കുമ്പോ വരുന്ന രണ്ടാൾ. ആര് വരുന്നേ? പുതിയ പെണ്ണല്ല, ഒന്ന് പുതിയ ആപ്പിള അല്ലേ, രണ്ട് പുതിയ പെണ്ണിന്റെ ഉപ്പ അല്ലെങ്കിൽ ആങ്ങള, അതായത് കായത്തേക്ക് ഇരിക്കുന്ന ഒരു രണ്ടാള് വന്നിട്ട് ഇരിക്കും. ഇരിക്കുമ്പോ അവിടെ പ്രത്യേകിച്ചിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണ്? വരുമ്പോ നിങ്ങനെ ഒട്രാസി വന്നെങ്കാവാലെ പണ്ട് ഞങ്ങക്ക് പണമ്പൂർക്ക് പോയ പോലെ
എങ്കുനെ പണമ്പൂർക്ക് അയച്ച ഞങ്ങൾക്ക് അറിഞ്ഞില്ലേ വിഷയം? പണമ്പൂർ സ്ഥലമുണ്ട്, പണമ്പൂരിലേക്ക് എങ്കുനെ പറഞ്ഞയച്ചിന് പണ്ട്. പോതെ മക പോതെ പോതെ ബത്ത മക ബത്ത അഞ്ചല്ലോ. പുരക്കാരെല്ലാരും കൂടി ചർച്ച ആക്കിയിട്ട് ഓനെ സുബൈക്ക് പണമ്പൂർക്ക് അയക്കണമെന്ന്. എന്തിനയക്കണം ഓൻ കേട്ടിട്ടില്ല, ഓൻ അയക്കണമെന്ന് മാത്രം കേട്ടിനെ. ഓൻ പുരക്കാർ എണിക്കുന്ന മുമ്പ് തന്നെ ഓൻ പോയി വന്നിട്ടായി. അപ്പൊ ഞങ്ങൾക്ക് ഉള്ളോ, ഞങ്ങൾക്ക് പണമ്പൂർക്ക് പോയി, പണമ്പൂർ പോയേ ഒക്കെ പോയാ ബത്ത ബത്ത എന്ന് പറഞ്ഞു. അങ്ങനെ എങ്കാവാലേ. ഇനി എങ്കു എവിടെ പണമ്പൂർ എവിടെ അതൊന്നും എന്നോട് ചോദിക്കണ്ട, അത് പണ്ട് മുതൽക്ക് പറയുന്ന ഒരു ഗാഥയാണ്. അങ്ങനെയുണ്ട്. അങ്ങനത്തെ കന്നഡയിൽ കുറെ ഗാഥകൾ വേറെ കുറെ ഉണ്ട്. ಮಾನವ ಕೊಟ್ಟರೆ ಮನೆ ತನಕ, ದೇವನು ಕೊಟ್ಟರೆ ಕೊನೆ ತನಕ. മനുഷ്യൻ എന്തെങ്കിലും ഒന്ന് തന്നെങ്കില് അത് മനെ തനക്കാന്ന് പൊരന്റെ അടുത്ത് വരെ ഉണ്ടാവും. മനുഷ്യൻ തരുന്ന ലിമിറ്റ് ഉണ്ടാവും. ദേവനു കൊട്ടരെ കൊന തനക്ക, അല്ല തരണോ. ഇനിയിപ്പോ ഞാൻ ദേവൻ അള്ളനെ ദേവനാക്കിയെന്ന് അങ്ങനെ പറയാനൊന്നും വേണ്ട. അതിന്റെ ഇത് പറയാണ് ഞാൻ നമ്മളെ ഭാഷയിലേക്ക് ഞാൻ അത് തർജ്ജമ ചെയ്യാൻ. അല്ലാഹു തന്നാൽ അത് ലാസ്റ്റ് വരെയാണ്. ഇരിക്കട്ടെ, വരുമ്പോ എങ്ങനെ വരണോ? കല്യാണം കഴിക്കാത്തവരൊന്ന് കൈപൊക്ക് നോക്കട്ടെ. ബിസ്മില്ലാ. ഒന്നാമത്തെ തന്നെ മതി, രണ്ടാമത്തതല്ല. ഒന്ന് തന്നെ മംഗലാവാത്തവർ കൈപൊക്ക്. ഇത് എന്തും ഭാഷ അറിയാത്തവരെ പോലെ ഉണ്ടല്ലോ റബ്ബെ. മംഗലാവാത്തവർ ഇത്ര ബാല്യക്കാരുണ്ട് റബ്ബെ. ഒരലക്ക പേടിച്ചിനാരാവാ. ഓന്റെ ഉമ്മ ഉപ്പ് കലാട്ടാക്കുന്ന കണ്ടിട്ട് ഓൻ മംഗല വേണ്ടാന്ന് തന്നെ വെച്ചിനോ. എപ്പാന്ന് നോക്കി ഇങ്ങനെ കിരിക്കിരി ആവില്ല, അതുകൊണ്ട് മംഗല തന്നെ വേണ്ട. ഞാൻ പറയട്ടെ, എന്നാൽ നിക്കാഹിന് പോകുമ്പോ ഒരു സുന്നത്തായ കാര്യം ചെയ്തിട്ട് പോകണം. ഇമാമിങ്ങൾ കിതാബിൽ പഠിപ്പിച്ചു. ഉളു എടുക്കുക. നിക്കാഹിന് പോകുന്നതിന് തൊട്ട് മുമ്പ് ഉളു എടുക്കുക. ഉളു എടുത്തിട്ട് പോയിട്ട് ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ആരൊക്കെ? പുതിയ പെണ്ണല്ല, പിന്നെ ഒന്ന് പുതിയ ആപ്പിള. 2 നിക്കാഹിരിക്കണ പുതിയ പെണ്ണിന്റെ ഉപ്പയോ ഉപ്പന്റെ സ്ഥാനത്തിരിക്കണ വേറെ ആരെങ്കിലോ. 2 പേരും ഉളുവെടുത്തിട്ട് ഒരു 2 റക്അത്ത് നിക്കാഹിന്റെ തൊട്ട് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് എന്നിട്ട് പോയിട്ട് നിക്കാഹിരി. എന്താണ് അതിന്റെ ഒരു സന്തോഷം? ഇതവിടെ പുതിയാപ്പിളന്റെ ചങ്ങായിമാരെല്ലാം കോട്ടും ഡ്രസ്സും പെർഫ്യൂമും സ്പ്രേയും എല്ലാം അടുപ്പിച്ചിട്ട് എന്തെല്ലാം ആക്കിയിട്ട് ഓനെ എന്തെല്ലാം ആക്കിയിട്ട് നിക്കാഹിലേക്ക് സദസ്സിലേക്ക് കൊണ്ടുവരണേ. ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ബാ നിന്റെ ആ റൂമിൽ ഇരുന്നിട്ട് നിക്കാഹിന്റെ തൊട്ട് മുമ്പ് ഉളുവെടുത്ത് ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് പുതിയാപ്പിളയും കായിനത്തേക്ക് ഇരിക്കണ പുതിയ പെണ്ണിന്റെ ഉപ്പയോ ആരായിരിക്കണോ നോക്ക നിങ്ങ. അതാണ് അതിന്റെ ക്രമം, അങ്ങനെയാണ്. പിന്നെ അന്ന് ആദ്യത്തെ രാത്രി ഉണ്ടല്ലേ, പുതിയാപ്പിള പുതിയ പെണ്ണ് കാണുന്നന്ന്, അന്ന് രാത്രി രണ്ടാളും ഒന്നിക്കുന്ന റൂമില്. അന്ന് ഒരു സംസാരം തുടങ്ങി തന്നെ. എന്ത് തുടങ്ങിയ? നിക്ക് ആരോടെങ്കിലും ലവ് ഉണ്ടായിന പണ്ട്? ആദ്യത്തെ ചോദ്യം തന്നെ ഇതാണ്. ഞാനിത് വെറുതെ പറയല്ല, നിന്റെ കുടുംബജീവിതം തകരും, ഒരു സംശയമില്ല. ഞാനിത് വെറുതെ പറയല്ല. ആദ്യം തന്നെ ചോദ്യം. ഞാൻ പറയട്ടെ, ഭൗതികമായ വിദ്യാഭ്യാസമുള്ള ആളുകൾ തന്നെയാണ് എല്ലാ ഗ്രാജുവേറ്റഡും. എന്ത് സംഭവിച്ചു? മയക്കുമരുന്നിന് എഡിക്റ്റായി പോയ ഒരു കുട്ടി, ആ കുട്ടി ഉമ്മയെ കൊന്നുകളഞ്ഞു. ഞാൻ എവിടെങ്കിലും നടന്നൊരു സംഭവം പറയല്ല. നിങ്ങൾക്ക് ചിലപ്പോ ഏതെങ്കിലും ഒരു നാട്ടിലത്തെ സംഭവം ചിലപ്പോ തലക്ക് പോകും, അത് അവിടെയാണ്. ഞാൻ ഏതെങ്കിലും ഒരു നാടിന്റെ വിഷയം പറയല്ല. മയക്കുമരുന്നിന് എഡിക്റ്റായി പോയ ഒരു മോന് ഉമ്മാനെ കൊന്നുകളഞ്ഞു. എന്നിട്ട് പറയാണ്, ന്യായം പറയാണ്, എനിക്ക് ജന്മം തന്നതിന്റെ പേരിൽ ഞാൻ കൊടുത്ത ശിക്ഷയാണ് എന്നറിഞ്ഞത്. മയക്കുമരുന്ന്, ഗാഞ്ച, ബങ്കി ഒക്കെ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. കൊന്നുകളഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, ഭൗതികമായ വിദ്യാഭ്യാസം എത്ര ഇപ്പെല്ലാം പൈസ ലൂട്ടുന്ന കാലം, പൈസ ലൂട്ടുന്ന കാലല്ലേ? പൈസ ലൂട്ടുന്ന കാലാണ്. ഇപ്പൊ മനുഷ്യന് അധ്വാനിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ കഴിയില്ല, പൈസ ലൂട്ടുന്നേ. ATM മെഷീന്റെ മുന്നിൽ നിന്നിട്ട് ദറോടാക്കുന്നേ. അതുകൊണ്ടല്ലേ റബ്ബെ ഇപ്പൊ ഈ സഹിക്കുന്ന ആര് സഹിക്കുന്ന? ഇപ്പൊ നിങ്ങളെ മൊബൈലിലെല്ലാം വേറെ ഒരാൾക്ക് വിളിക്കുമ്പോ എന്തെല്ലാം സംസാരം കേൾക്കുന്നില്ലേ? നിങ്ങൾക്ക് ആരാറാമ കോള് വരും, ജാഗ്രത, എന്ത് ഒത്തിരണ്ട, പൈസ പോവും. അതിൽ ഇപ്പൊ എല്ലാരും മൊബൈൽ, എന്റെ മൊബൈൽ ഒരു പൈസ ഇല്ലാത്ത എന്റെ മൊബൈലിക്ക് അങ്ങനെ വരുന്നെങ്കിൽ എത്രയോ പൈസ ഉള്ള നിങ്ങളെ മൊബൈലിൽ എത്ര കോള് വരും? ഒന്ന് വിചാരിച്ചു നോക്കി. മനുഷ്യൻ ദറോഡ് ചെയ്യാണ്. അധ്വാനിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ മനുഷ്യന് ആഗ്രഹമില്ല. ഞാനിപ്പോ അതിലേക്ക് കിടക്കണില്ല. ഞാൻ പറഞ്ഞു തന്നത് എന്തെല്ലാം തോന്നിവാസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ രാത്രിയിൽ നിങ്ങൾ അങ്ങനൊന്നും ചോദിക്കേണ്ടതല്ല. പിന്നെന്ത്?
അന്ന് മാപ്പിളയും പെഞ്ഞയും പുതിയ പെണ്ണും പുതിയാപ്പിളയും രണ്ടാളും ചേർന്നിട്ട് ഒരു 2 റക്അത്ത് നിസ്കരിക്ക് നോക്ക. പരസ്പരം നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്ക്. അത് അന്നത്തെ സുന്നത്ത് നിസ്കാരമാണെന്ന് മഹാന്മാർ പറഞ്ഞു. ഇത് ക്രമാണ്, കല്യാണം കഴിക്കുന്നതിന്റെ ക്രമാണ്. ഞാനിപ്പോ ഇതിലേക്ക് കിടക്കണില്ല. എന്നാൽ ആ ക്രമമെല്ലാം തെറ്റിച്ച് ഇന്ന് ആഘോഷം മാത്രമല്ല, കല്യാണത്തിന്റെ പേരിൽ എന്തെല്ലാം ആഭാസങ്ങളാണ്. ഓ പറയട്ടെ, ഇത് ആർക്കാണ് ചീത്ത പേര് വരുത്തുന്നത്? ഇത് മുസ്ലിം സമുദായത്തിനാണ് ചീത്ത പേര് വരുത്തുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. അല്ലാഹുവിന് എക്കാലത്തും ഇസ്സത്തുണ്ട് കേട്ടോ. അല്ലാഹുവിന്റെ റസൂലിന് എക്കാലത്തും ഇസ്സത്തുണ്ട് കേട്ടോ. അല്ലാഹുവിന് മാത്രമല്ല, റസൂലിന് മാത്രമല്ല, വലിൽ മുഅ്മിനീൻ, ഈമാൻ അനുസരിച്ച് നടക്കുന്ന മുഅ്മിനീങ്ങളുണ്ടോ, ആ മുഅ്മിനീങ്ങൾക്കും എക്കാലത്തും ഇസ്സത്തുണ്ടെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയാണ്. ആ മുഅ്മിനിന് ഇസ്സത്ത് വേണോ വേണ്ടേ, അത് തീരുമാനിക്കേണ്ടത് മുഅ്മിനാണ് കേട്ടോ. അത് തീരുമാനിക്കേണ്ടത് മുഅ്മിനാണ്. ഓ കയ്യിൽ പണമുള്ളത് കൊണ്ട് കല്യാണത്തിന്റെ പേരിൽ കുറെ ആഭാസം കാണിക്കണമെന്നില്ല. കയ്യിൽ പണമുള്ളത് കൊണ്ട് കുറെ ആഭാസം കാണിക്കണമെന്നില്ല. അതാണ് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്. പണം നല്ലതാണ്. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ പണം. ചില മനുഷ്യന്മാരെല്ലാം വന്നവർ പറയാം നക്ക് പൈസ വേണ്ട, നക്ക് പൈസ വേണ്ടെന്ന് പറയും. നീ കാറ്റിൽ ജീവിക്കുന്നല്ലേ, നിക്ക് പൈസ വേണ്ട. ഉസ്താദ് നക്ക് പൈസ ആശയമേ ഇല്ല ഉസ്താദ്. ഓക്കോ നിക്ക് പൈസ ആശയമില്ലല്ലേ, നീ പിന്നെ കാത്തിൽ ജീവിക്കണം മലബ്ബ. പൈസ എന്നത് ദുനിയാവിന്റെ നല്ല പൈസയാണോ, ദുനിയാവിന്റെ അലങ്കാരമാണ്. അതാണ് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. ദുനിയാവിന്റെ ചന്തമാണ് പൈസയും മക്കളും. ദുനിയാവിന് 2 ചന്തമുണ്ട്. ഒന്ന് പൈസ, പൈസ ചന്താണ്, ദുനിയാവിന്റെ അലങ്കാരമാണ്. പക്ഷെ നല്ല പൈസ ആവണം. മക്കോ നല്ല മക്കാണോ, ആ നല്ല മക്കോ ദുനിയാവിന്റെ ചന്തമാണ്, അലങ്കാരമാണ്. പക്ഷെ മക്ക നല്ല മക്കാവണം. ഖുർആൻ പറഞ്ഞു പൈസ മോശമൊന്നുമല്ല, മക്ക മോശമൊന്നുമല്ല. പൈസവും മക്കോ എല്ലാം ദുനിയാവിന്റെ അലങ്കാരമാണ്, ചന്തമാണ്. പക്ഷെ നല്ല പൈസ ആവണം. അതുകൊണ്ടാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിഅമൽ മാലു സ്വാലിഹു ലിർറജുലി സ്വാലിഹി. നല്ല മനുഷ്യന് നല്ല പണം ഭയങ്കര നല്ലതാണ് എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. 2 വിഷയമുണ്ട് അവിടെ. ഒന്ന് നല്ല പണം, 2 ഈ പണമുള്ള മനുഷ്യൻ നല്ല മനുഷ്യൻ. ഇത് 2 ഉണ്ടെങ്കിലാ ഓൻക്കറിയും ഈ പൈസ കൊണ്ടോ എന്താക്കണോ, എങ്ങനെ ചെലവഴിക്കണോ എന്ന്. ഇപ്പൊ മംഗലാവുമ്പോ എന്താ നേരെയോ നിങ്ങൾ നോക്കി, എല്ലാം കൂടി പറയാൻ നേരല്ല. മംഗലാവുമ്പോ നിർബന്ധിതനായിട്ട് അവിടുന്ന് നിന്നൊക്കെ കടം വാങ്ങേണ്ടി വരിക. എന്തിന്? മിഞ്ഞാന്ന് ഓന്റെ ഫ്രണ്ടിന്റെ മംഗലം കഴിഞ്ഞു. മിഞ്ഞാന്ന് അവിടെ ഞാൻ പറയട്ടെ, പിന്നൊരുത്തന്റെ മംഗലം കൊറേ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നെല്ലാം കരുതിയിട്ട് നീ അങ്ങനെ ഒന്നും ആക്കാൻ പോകണ്ട. ഏറ്റവും നല്ല ബറക്കത്തുള്ള മംഗലം ഏത് വന്നുണ്ടാ? ചെലവ് കുറച്ചിട്ടുള്ള മംഗലാണ് ഏറ്റവും നല്ല ബറക്കത്ത് എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. ഇനിയിപ്പോ ഇത് കേട്ടിട്ട് നിങ്ങൾ ആട് ബിരിയാണി കൊടുക്കുന്നതിന് പകരം ലൈം സോഡവും സമൂസവും കൊടുത്തിട്ട് മംഗലാന്ന് അങ്ങനെ തീരുമാനിക്കണ്ട. ചെലവ് കുറവല്ലേ, അത് പറ്റൂല. ഔലിം വലൗ ബിശാത്തിൻ, മംഗലം കഴിഞ്ഞാൽ വലീമ കൊടുക്ക്, സൽക്കാരം കൊടുക്ക്. അത് ആട് കൊടുത്തിട്ടാണെങ്കിലും ശരി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? അതെല്ലാം വേണോ? നാട്ടാരം വിളിച്ചിട്ട് ഓൻ പറഞ്ഞ സരള വിവാഹം, സരള വിവാഹം. നാട്ടിൽ എല്ലാവർക്കും മാതൃക എന്നല്ലേ. എന്ത് സരള വിവാഹം? ഒരു സമൂസം ഒരു ലൈമും കൊടുത്തിട്ട് സരള വിവാഹം. അങ്ങനല്ല. ചെലവ് കുറക്കണമെന്ന് പറഞ്ഞാൽ അനാവശ്യമായ ചെലവ് വേണ്ടാന്ന്. ഇന്നലെ ഇപ്പൊ ദുബായിൽ ഇരുന്നപ്പോ പറഞ്ഞ ഒരു വീട്ടിൽ ചെന്നു. ഞങ്ങള് പിന്നെ കണ്ണൂർ ഭാഗത്ത് ഞങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ബിസിനസ്സിലൊക്കെ വലിയ ബർക്കത്ത് ചെയ്യട്ടെ. ഉച്ചഭക്ഷണത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കുമ്പോ അദ്ദേഹം പാണൂർത്തെ വേറൊരു നമ്മുടെ കൂട്ടുകാരുണ്ട്, അല്ലാഹു അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു തന്നത് അപ്പൊ എന്താ, അയാളെ പൊരകുടി ഉണ്ടായി, വലിയ പൊരകുടി.
ആ പുരകുടിക്ക് അയാൾ പറഞ്ഞ ഉസ്താദെ ഞാന് ഒരു 6000 ആളാണ് എസ്റ്റിമേറ്റ്, 10,000 ആളാണ് എസ്റ്റിമേറ്റ് കൂട്ടിയത്, നോക്കുമ്പോ 14,000 ആയിന്. ലാസ്റ്റ് എന്തോ തിന്നാൻ എന്തോ ഇല്ല. എന്ത് കാരണം എന്നറിയാം? വിളിച്ചോണും വിളിക്കാത്തവനും എല്ലാം വരുന്നെ ഇപ്പൊ മംഗളത്തേക്ക്. അങ്ങനെയാണ് ഇപ്പൊ ബിൽച്ചോനും വിളിക്കാത്തവനും എല്ലാം വരുന്നത്. ഒരത്ത പറഞ്ഞ ഓൻ വന്ന് നോക്കുമ്പോ നല്ല മെനു ഉണ്ട്, അങ്ങനത്തെ തെനസ് ബാവ. അപ്പൊ ഓൻ അവിടെ ഇരുന്നിട്ട് ചൗക്കുമ്പോ വിളിക്കുന്നവന്റെ ചങ്ങായിക്ക് ഇവിടെ മംഗളത്തിന് ഭയങ്കര ആര മംഗളം ആരതവിടെ, പിന്നെ നീ ബാവിടെ ഇപ്പൊ തീരും ഇത്. അപ്പൊ ഓൻ നാലാളെയും കൂട്ടി വന്നു, ബാല ബാല ബൈക്ക് ബൈക്ക് പറയലോട് പറയല്ലോ പോ. വിളിക്കാത്ത മംഗത്തേക്ക് പോയിരണ്ട, നല്ല പണിയല്ലേ അത്. അവിടെ പോയാൽ അത് കൊളാക്കലാണത്. കാരണം എന്താ? വിളിച്ചോർക്ക് അവസാനം ചോറില്ലാതാണ്. അതിന് ഉത്തരവാദി ആരാണ്? ലാസ്റ്റ് ഉണ്ടല്ലേ ഈ ചോറ് വിളിച്ചിട്ട് വന്ന്, ശരിക്കും കേൾക്കുന്ന വിളിച്ചിട്ട് വന്നിട്ട് ചോറ് കിട്ടാത്തവൻ ഓൻ പോകുമ്പോ പറയും കൊല്ല പോക്കാത്ത മംഗളം. എന്തിന് ഇവൻക്കെല്ലാം മംഗലാക്കേണ്ട അവസ്ഥ? വിളിച്ചിട്ട് ചോറ് തരാത്തവൻ ഒക്കെ അല്ലേ. സത്യത്തിൽ വിളിച്ചിട്ട് വന്നോനാണ് ഓന്. ഓൻ ഈ മംഗലാക്കിയോർക്ക് ശാപ്പ് ഇട്ട് പോകും. നേരിട്ട് ആ ശാപ്പ് മംഗലാക്കിയവനക്കൊന്നും നടക്കൂല. പിന്നെ ഇത് കൊളാക്കിയവനുണ്ടല്ലേ, വിളിക്കാതെ വന്നിട്ട് തിന്നില്ലേ, ഓനോന് ചങ്ങായിമാരെല്ലാം വന്നിട്ട് ഓങ്ക് കിട്ടും ആ ശാപ്പോ. കാരണം എന്തേ? ഈ വിളിച്ചിട്ട് വന്നോനക്ക് ചോറില്ലാത്ത അവസ്ഥ ആക്കിയത് ഓനല്ലേ ഇത് ഒക്കെ അല്ലേ. അതുകൊണ്ട് വിളിക്കാത്ത ഒരു മംഗളത്തേക്കും ഞാൻ പോകില്ല തീരുമാനിക്കും. നമ്മ ഇങ്ങനെ പോകുമ്പോ ഒരു ദൊമ്പല്ല ഇട്ടത് കാണുമ്പോണ്ടല്ലേ നമ്മ തമാശക്ക് പറയുന്നേ, പൈക്കുന്ന് ഹോട്ടൽ കാണുന്നില്ല അവിടെ മംഗലുണ്ട് തോന്നുന്നു, നമുക്ക് അവിടെ വന്ന് കയറി ബൈക്കാം. അത് തമാശക്കെല്ലാം പറഞ്ഞോളൂ, നല്ല തന്നെ. കുറച്ച് പ്രഷർ എല്ലാം നോർമൽക്ക് എത്താനും ഷുഗർ നോർമൽക്ക് എത്താനും കുറച്ച് തമാശ എല്ലാം നല്ല തന്നെ. പക്ഷെ വിളിക്കാത്ത മംഗളത്തേക്ക് പോയിരണ്ട. അങ്ങനെ ഉണ്ടല്ലേ. ഞാനിപ്പോ അതിലേക്കൊന്നും കിടക്കണില്ല, ഞാൻ പറഞ്ഞു തന്നത്. എന്നാൽ കയ്യില് നല്ല പണം, നല്ല സ്വാലിഹായ മനുഷ്യന്റെ കയ്യിലുള്ള നല്ല പണം അത് നല്ലതാണ്, അതിലൊരു മോശത്തരവുമില്ല എന്ന് പഠിപ്പിച്ചു നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. പറയട്ടെ, ഇത് വഅദ് കൊണ്ട് മാറ്റാൻ കഴിയില്ല. നൗഫൽ സഖാഫി കളസയല്ല. ആര് വന്ന് ഈ വിഷയത്തിൽ വിവാഹം ആഘോഷവും ആഭാസവും എന്ന വിഷയം പറഞ്ഞു മണിക്കൂറുകളോളം വഅദ് പറഞ്ഞാലും ഇന്ന് നടക്കുന്ന ആഘോഷ ആഭാസങ്ങൾ മാറ്റി നിർത്താൻ കഴിയില്ല. ഇതിനപ്പുറമുള്ള വഅദ് നടന്നിട്ടില്ലേ, പക്ഷേ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ അർത്ഥം തീരെ മാറ്റാൻ കഴിയില്ല എന്നല്ല, അതുകൊണ്ട് മാറ്റമുണ്ട്, ഒരു സംശയവുമില്ല. അതല്ലേ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്. എന്തിനാണ് പൊയ്യത്തബയിലെ മഖാമു ഉറൂസിനോടനുബന്ധിച്ച് എത്രയെല്ലാം ദിവസങ്ങളാണ് വാദ നടക്കുന്നത്. ഇപ്പൊ പലയിടത്തും കുറക്കാണ്. മുമ്പല്ല ഒരു മാസം വാദമുണ്ട്, അവിടെ എല്ലാം ചുരുക്കുന്നത്. ഇപ്പൊ മതി, കുറച്ച് മതി. ഇപ്പൊ ഓൺലൈനിലെല്ലാം ഉണ്ടല്ലേ കുറെ, അതുകൊണ്ട് ഇപ്പൊ ഇത് മതി. പൊയ്യത്തബയിൽ അൽഹംദുലില്ലാ ഞാൻ ഇങ്ങനെ നോക്കുകയാണ്. ഞാൻ പഠിക്കുന്ന സമയത്തും ഇത്ര തന്നെ വലിപ്പമുള്ള നോട്ടീസ്, ഇപ്പോഴും അത്ര തന്നെ വലിപ്പമുള്ള നോട്ടീസ് ചെറുതായിട്ടൊന്നുമില്ല. ആളെ എണ്ണം കുറഞ്ഞിട്ടില്ല. അള്ളാഹു അതിന്റെ സന്തോഷം ഖിയാമത്ത് നാൾ വരെ ഈ മഹദി അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ പരിസരത്ത് അള്ളാഹു നിലനിർത്തി തരട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് വഅദ് കൊണ്ട് മാറ്റമില്ലെന്ന് പറയാൻ പറ്റൂല. വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീന നബിയേ. തങ്ങൾ ആളുകൾ കേൾക്കൂല എന്ന് പറഞ്ഞിട്ട് വഅദ് പറഞ്ഞു കൊടുക്കാതിരിക്കണ്ട. തങ്ങൾ ആളുകൾക്ക് വഅദ് പറഞ്ഞു കൊടുക്കൂ നബിയേ. തങ്ങൾ ആളുകളെ ഉപദേശിക്കൂ നബിയേ. കാരണം ഉപദേശം എന്നത് ഖൽബിൽ അലവോളം ഈമാനുള്ളവരുണ്ടോ അവർക്ക് ഉപകാരം ലഭിക്കും നബിയേ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത് വെറുതെയല്ല. ഈമാനുള്ള ജനങ്ങൾക്ക് ആ വഅദ് കൊണ്ട് ഉപകാരമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അത്തരത്തിലുള്ള ആഭാസങ്ങളുടെ പിന്നാലെ പോകൂല. ഇവിടെ എന്റെ വിഷയം ഒരു ആഭാസത്തെ കുറിച്ചും വർണ്ണിക്കലല്ല. ചിലപ്പോൾ ഞാനതിങ്ങനെ ഓരോ ഇനങ്ങൾ ആഭാസത്തിന്റെ പേര് പറഞ്ഞിട്ട് പറയുമ്പോ അത് ചിലപ്പോൾ ആസ്വദിക്കാൻ മാത്രമേ കഴിയൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിന്റെ ഇനങ്ങൾ ഇവിടെ പറയുന്നില്ല. അത് നമ്മുടെ സമുദായത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്തേ മതിയാകൂ, ഇല്ലായ്മ ചെയ്തേ മതിയാകൂ.
അതിനാരെല്ലാമാണോ കച്ചകെട്ടി ഇറങ്ങേണ്ടത്, ആരെല്ലാമാണോ തയ്യാറാകേണ്ടത്, ആരെല്ലാമാണോ ഒരുങ്ങി നിൽക്കേണ്ടത്, കച്ചകെട്ടി ഇറങ്ങേണ്ടവർ ഇറങ്ങിക്കോ, തയ്യാറാകേണ്ടവർ തയ്യാറായിക്കോ, ഒരുങ്ങേണ്ടവർ ഒരുങ്ങിക്കോ. ഈ ആഭാസങ്ങളെ മുഴുവനും നമ്മുടെ നാടുകളിൽ നിന്ന് ഉന്മൂലനം ചെയ്തോ. സുബ്ഹാനല്ലാഹ്. അതെന്താണ് അതിനുള്ള വഴി? അതിനുള്ള വഴി എന്താണ്? വഴി ഒന്നേ ഉള്ളൂ. എന്താ വഴി? എന്താ വഴി? ബാലിന് വരുന്നു ഉസ്താദ്, ശരിക്കും കേക്ക്. ബാലിന് ഉസ്താദ്, ബാലിന് വരുന്നു ഉസ്താദ്. നിങ്ങുണ്ടല്ലേ? ഞങ്ങളുണ്ടു. നിങ്ങൊരു കാര്യം കേൾക്കണം ഉസ്താദ്. എന്താ മുഞ്ഞാന്നൂടെ നമ്മളെ നാട്ടിലൊരു മംഗലായിന് അതിനെ കുറിച്ച് ശരിക്കും വാത് പറയണം ഉസ്താദ്. ശരിക്കും പറയണം. മംഗൽ എന്തെല്ലാം ആക്കി അങ്ങനെ വാത് പറയണം ശരിക്കും. വിളിച്ച് ഞാൻ ഇവിടുത്തെ മെയിൻ ഒരാളെന്നെ വിളിക്കുന്നേ, ഉദാഹരണം പറയുന്നേ, അങ്ങനെ വിളിച്ചതല്ല. അതുകൊണ്ടൊന്നും മാറ്റിയെടുക്കാൻ കഴിയില്ല. അങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയുവാ? കയ്യാല എന്ന് പറഞ്ഞ ലക്ഷദ്വീപിൽ പോയിട്ട് കയ്യാല എന്ന് പറഞ്ഞാണ്ടല്ല. പിന്നെ ഈ പണ്ടത്തെ പൊരലെല്ലാം ഉണ്ടല്ലേ, ആ വലിയ പൊരന്റെ ഉള്ളിൽ ആദ്യത്തെ റൂമിൽ ഒരു തിട്ട ഉണ്ടല്ലോ, അതിനെന്ത് പറയുന്നേ? അതന്നെ മന്ദന, അങ്ങനെ പറയും. അത് അവിടെ ലക്ഷദ്വീപിൽ പോയാൽ കയ്യാല എന്നറിയും. കേരളത്തിൽ കുറച്ചപ്പുറം പോയാൽ ബടേപ്പുറം എന്നറിയും. ബടേപ്പുറം എന്ന് പറഞ്ഞാൽ വലിയ വലിയ ആളുകൾ ഇരിക്കണേ. ദുബായിൽ ഇന്നലെ രാവിലെ ഒരു വീട്ടിക്ക് നാസ്താക്കാൻ പോയി. നോക്കുമ്പോ ഈ മൂടാന്ന് അറിഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു തിന്നാൻ, ഇഡ്ലി പോലത്തെ. പിന്നെ അതിന് മൂടാന്നറിയും. നിങ്ങളെന്താ പറയുന്നത്? മൂടല്ലേ? മൂട. അപ്പൊ മൂട ഉണ്ട്, മൂടന്റെ ഇച്ചോ പിന്നർത്ഥം ഉണ്ട് അവിടെ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് മൂട വെക്കും, മൂട ഏളോണല്ലേ, ഇച്ചന്റെ പേര് എന്ത്? അപ്പൊ ഗുണ്ടണ്ണാന്നറിഞ്ഞു. നിങ്ങളുടെ പേര് പറയുന്നാറ ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ചില സ്ഥലത്ത് അങ്ങനെ പറയും. മൂടന്റെ പേര്, മൂട പേര് അത് ഉമ്മമാർക്കറിയും. ഉമ്മമാർ ചിലപ്പോ ചിരിക്കുണ്ടാവും അവിടെ. ഇങ്ങനെ ആ ഇലെല്ലാം ഇതാക്കിയിട്ട് അതും മീന്റെ കറിയും കിട്ടണം, അതിന്റെ ഒരു സ്വാദുണ്ടല്ലേ. തൊള്ളൽ വെള്ളം വരുന്ന ഇപ്പൊ ആന്ന് പോണ മണിയല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ അതിന്റെ പേരെന്ത് ചോദിക്കും? അതിന്റെ പേര് ഗുണ്ടെണ്ണോ എന്ന് പറഞ്ഞു. ഗുണ്ടെണ്ണോ ഇരിക്കട്ടെ, ഓരോന്നോ പേരാണ്. അപ്പൊ പറഞ്ഞ അത് മാറ്റിയെടുക്കാൻ കഴിയൂല. ഏത് അങ്ങനെ പറഞ്ഞ് മാറ്റിയെടുക്കാൻ കഴിയില്ല. പിന്നെ നല്ല ഒരു ദീനീ ബോധമുള്ള കുടുംബാണോ, മംഗലത്തിൻ്റെതെല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഉസ്താദിന്റെ അടുത്തേക്ക് വരണം, പള്ളിത്തെ ഉസ്താദിന്റെ അടുത്തേക്ക്. അല്ല, നാട്ടിലൊരു പ്രധാനപ്പെട്ട ഉസ്താദ് ഉണ്ട്, ആ നാട്ടുകാരൻ, അയാളടുത്ത് വരണം. വന്നിട്ട് പറയണോ, ഇതാ ഇങ്ങനെ ഞങ്ങളെ മക്കളെ മംഗലാക്കാൻ തീരുമാനിച്ചു, ഞങ്ങളെ മംഗലം എങ്ങനെ വേണോന്ന് നിങ്ങൾ ചൊല്ലി തരി നോക്കാം. ആ റൂട്ടിലേക്ക് ഇനി വരണം, വന്നേ മതിയാകൂ. നമ്മൾ ഇനി എപ്പ പഠിക്കുന്നേ? നിങ്ങൊന്ന് ആലോചിച്ച് നോക്കി. കൊറോണ വന്നിട്ട് പോയി. കൊറോണ വന്നപ്പോ എന്ത് ഓരോരുത്തരുടെ അവസ്ഥ? ഖിയാമത്തായി തന്നെ ഓരോരുത്തർ പറയുന്നു. ജുമാ ഇല്ലാതായില്ലേ? ഇനി എപ്പോഴാണ് നമുക്ക് പാഠം വരുന്നത്? ഓ, ആഭാസങ്ങൾ നിർത്തൽ ചെയ്യാൻ ഇനിയും സമയമായില്ലേ? ചോദിക്കട്ടെ, കൊറോണ വന്നു പോയില്ലേ? ജീവിതകാലത്ത് ഇന്ന് വരെ അനുഭവിക്കാത്തൊരു ഞാനും നിങ്ങളും ഞങ്ങളെ ജീവിതകാലത്ത് അനുഭവിച്ചു കഴിഞ്ഞില്ലേ? പള്ളികൾ പോലും അടക്കപ്പെട്ടില്ലേ? ആ പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കാൻ പോലും പാടില്ലാത്ത കാലം കഴിഞ്ഞു പോയില്ലേ? സഫിൽ നിൽക്കുമ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കണമെന്ന് പോലും സർക്കുലർ വന്നില്ലേ? അതേ കൈകളിലേക്ക് ലിക്വിഡ് പുരട്ടിയിട്ട് പോകണമെന്ന് പറഞ്ഞില്ലേ? മാസ്ക് ധരിക്കാതെ പോകരുതെന്ന് പറഞ്ഞില്ലേ? ആ കോവിഡ് കാലത്ത് നടന്ന കല്യാണത്തിൽ ഓ പയ്യത്ത് ബൈലുകാരാ, പരിസരത്തുള്ളവരെ മറന്നുപോയോ? ഓൺലൈനിലൂടെ എന്റെ വാദങ്ങൾ കേൾക്കുന്ന ഏത് നാട്ടുകാരാണെങ്കിലും ചോദിക്കട്ടെ, മറന്നുപോയോ? ഇന്ന് വലിയ വലിയ പന്തലുറക്കിയിട്ട് നടത്തുന്ന കല്യാണമില്ല. കൊറോണ കാലത്ത് നടന്ന കല്യാണം, കോവിഡ് കാലത്ത് നടന്ന കല്യാണം, 4 ആളെ വെച്ചിട്ട് കല്യാണം നടത്തിയത് മറന്നുപോയോ? കേവലം 10 പേരെ മാത്രം വെച്ചിട്ട് നടത്തിയ കല്യാണം മറന്നുപോയോ?
അത് മറക്കാനായിട്ടില്ലല്ലോ. പ്രായപൂർത്തിയായതിനു ശേഷം ഇന്ന് വരെ ഒരു ചുമയെങ്കാലും മുടക്കിയവരുണ്ടോ? എന്നാൽ കൊറോണ കാലത്ത് ചുമ പോലും മുടങ്ങിയില്ലോ. വെള്ളിയാഴ്ച പതിവ് പോലെ മിമ്പറിൽ കയറേണ്ടിയിരുന്ന ഖതീബ് ഉസ്താദിനെ മിമ്പറിൽ കാണുന്നില്ലല്ലോ. ജുമുഅ പോലും ഇല്ലാതെയായില്ലേ? ഇനി എന്താണ് വരേണ്ടത്? പോരാ, ആ കോവിഡ് കാലത്ത് മരണപ്പെട്ടു പോയ ആള് അയാളെ മയ്യിത്തിനെ എങ്ങനെയാണ് സംസ്കരിച്ചത്? സ്വന്തം മകൻ മരണപ്പെട്ടപ്പോ സ്വന്തം ഉമ്മാക്ക് പോലും ആ മകന്റെ മയ്യിത്ത് കാണാൻ അവസരം നിഷേധിക്കപ്പെട്ടില്ലേ? സ്വന്തം ബാപ്പാക്ക് പോലും നിഷേധിക്കപ്പെട്ടില്ലേ? സ്വന്തം ഭർത്താവ് മരണപ്പെട്ടപ്പോ ഭാര്യക്ക് പോലും ഭർത്താവിന്റെ മുഖം കാണാൻ നിഷേധിക്കപ്പെട്ടില്ലോ. സ്വന്തം ഭാര്യ മരണപ്പെട്ടപ്പോ ഭർത്താവിന് പോലും ഭാര്യയുടെ മുഖം കാണാൻ നിഷേധിക്കപ്പെട്ടില്ലേ? എന്തിനേരെ പറയണോ? സ്വന്തം മക്കൾ മരിച്ചപ്പോൾ മാതാപിതാക്കൾക്ക് പോലും നിഷേധിക്കപ്പെട്ടില്ലേ? ഇനി എന്ത് വരാനാണ് ഞാനും നിങ്ങളും കാത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കള് എന്ത് മറുപടിയാണ് എനിക്കും നിങ്ങൾക്കും പറയാനുള്ളത്? ഈമാനുള്ള പെങ്ങന്മാര് എന്ത് മറുപടിയാണ് എനിക്കും നിങ്ങൾക്കും പറയാനുള്ളത്? ഇനി എന്ത് വന്നിട്ട് നന്നാകാൻ നമ്മ കാത്തിരിക്കണേ? ഞാൻ ചോദിക്കണേ. മംഗളത്തിന്റെ പുരലെല്ലാം ചില ഉമ്മമാരെല്ലാം കാട്ടിക്കൂട്ടല്. അല്ലാഹു ഞങ്ങളെ ഉമ്മമാർക്ക് നല്ല ബോധം കൊടുക്കട്ടെ. നമ്മളെ ഉമ്മമാരൊക്കെ അൽഹംദുലില്ലാ അത്യാവശ്യം നല്ല മട്ടത്തിൽ തന്നെ ഉണ്ട്. നമ്മളെ പൊയ്യത്തബയിലുകാര്, ഈ പരിസരത്തുള്ളവർ മാത്രല്ല, ദീനി ബോധമുള്ള നല്ല നല്ല പെണ്ണുങ്ങമാർ ഇപ്പോഴും ഉണ്ട്. അവരെ ബറക്കത്ത് ഞാൻ പറയട്ടെ, ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾക്കറിയ ബിശരിയോ? എന്തുകൊണ്ട് ഇത്തരല്ലോ ആഭാസങ്ങൾ നടന്നിട്ട് കല്യാണത്തിന്റെ പേരിൽ എന്തെല്ലാം ആക്കുന്ന റബ്ബേ? അറേബ്യൻ നൈറ്റ് ബാര, ഞാനതൊന്നും ഇപ്പൊ ഞാൻ അതാ പറഞ്ഞത്, ഞാൻ ഉള്ളത് പറയാം. ഞാൻ ഒന്നും ഇനങ്ങൾ പറയുന്നില്ല, കാരണം എനിക്ക് കൂടുതൽ അറിയുന്നില്ല. അത് അറിയുന്ന ആളുകൾ ചിലപ്പോ നിങ്ങളായിരിക്കും. അതുകൊണ്ട് ഞാൻ അത് ഇതൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ മൊത്തത്തിൽ പറയാനാണ് ഇന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനാ ഞാൻ പറഞ്ഞത്, ഉസ്താദ്, നിങ്ങൾ സ്നേഹിക്കണ ഉസ്താദ്, അതേപോലെ നിങ്ങളെ പള്ളിത്തെ ഉസ്താദിന്റെ അടുത്ത് വിളിച്ചിട്ട്, ഉസ്താദെ ഞങ്ങൾ ഇങ്ങനെ മംഗല തീരുമാനിച്ചിന്, ഞങ്ങളെ മംഗല എങ്ങനെ ആവണോന്ന് നിങ്ങൾ തീരുമാനിക്കുക നോക്കാം. മിഞ്ഞാന്നൊരു വലിയ പണക്കാരന്റെ മംഗലം കഴിഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന്റെ മകന്റെയും മരുമകളുടെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന ഒരു പണക്കാരനാണ്. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഉസ്താദെ നന്റെ മക്കളെ നന്റെ മോന്റെ നിക്കാഹ് ആക്കുക നിങ്ങമേ ഉസ്താദുമാരെ വിളിക്കും, ആ തങ്ങളെ വിളിക്കും, എല്ലാം ഞാൻ വിളിച്ചു. ആയിക്കോട്ടെ, എല്ലാരും വന്നു. എങ്ങനെ നടത്തണോ എന്ന് നിങ്ങൾ തന്നെ പറയണം. സ്റ്റേജ് എങ്ങനെ വേണോ, പെണ്ണുങ്ങൾക്ക് എവിടെ ആണോ, ആണുങ്ങൾക്ക് എവിടെ ആവണോ എന്നാണ് നിങ്ങൾക്കറിയോ? ആ നിക്കാഹ് ഞാൻ എത്ര തിരക്കുണ്ടെങ്കിലും ആ നിക്കാഹ് നടക്കുന്നതിന്റെ 2 മണിക്കൂർ മുമ്പ് ഞാൻ ആ സ്ഥലത്തെത്തി. തങ്ങന്മാരും ആലിമീങ്ങളൊക്കെ ആ നിക്കാഹിന്റെ സദസ്സിലേക്ക് വരുന്നതിന്റെ 2 മണിക്കൂർ. എന്തിന്? അവിടെ എങ്ങനെ സെറ്റപ്പ് ഉണ്ട് നോക്കാൻ. നോക്കുമ്പോ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ കാണാനില്ല, കൂടിക്കളറിലില്ല. വലിയ പണക്കാരനാണ്. അതാ ഞാൻ പറഞ്ഞേ, എല്ലാ പണക്കാരൊന്നും മംഗലാഭാസത്തിലാക്കുന്നില്ല. എല്ലാ പാവപ്പെട്ടവനും നല്ല കോലത്തിൽ മംഗലാക്കുന്നുമില്ല. അതാ ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാല് ഈ ആഭാസം നടത്തുന്നത് എല്ലാത്തിലും ഉണ്ട്. പണം ഉള്ളവനിലും ഉണ്ട്, ഇല്ലാത്തവനിലും ഉണ്ട്, മീഡിയം സൈസിലുണ്ട്, ക്വാളിറ്റി കുറച്ച് കൂടുതലുള്ളതിലുണ്ട്, കുറഞ്ഞതിലുണ്ട്. എല്ലാവരും മാറണമെന്ന് ഞാൻ പറഞ്ഞേ. അപ്പൊ ഞാൻ പോയി, ഞാൻ ശരിക്കും മുന്നിൽ നിന്ന് കൊടുത്തു. അപ്പൊ ഞാൻ ചിന്തിച്ചു എന്താണെന്നറിയോ, എന്റെ ജീവിതത്തിൽ ഞാൻ എത്രയോ കാലം വാല് പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാലം പൊയ്യത്തബയിൽ വന്ന് വാല് പറയണമെന്ന് ആഗ്രഹമുണ്ട്. അല്ലാഹുവേ, നീ ഞങ്ങൾക്കതിന് ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹദിയുടെ ബർക്കത്തുകൊണ്ട് നല്ല ആയുസ്, ആഫിയത്ത്, ദീർഘായുസ്, ആരോഗ്യത്തോടെ നീ നിലനിർത്തണം റഹ്മാനേ. ഞാൻ എപ്പോഴും ദ്വാരക്കുന്നു ഇനിയും വരണം. എന്നാൽ ഞാനപ്പോ ആലോചിച്ചു പോയി, ഇത്രയെല്ലാം വാല് പറഞ്ഞതിനേക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ നടത്തിയ ദാവ ഇതായിരിക്കും. ഒരു അനാചാരം നടന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പണത്തിന്റെ പവറും പണത്തിന്റെ പ്രസരിപ്പും കാണിക്കുകയാണെങ്കിൽ എങ്ങനെയും കാണിച്ചുകൂടെ? ഞാനിപ്പോ അതിലേക്ക് കടക്കണില്ല. ഞാൻ പറഞ്ഞു വന്നത് അതാ പറഞ്ഞ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഉസ്താദിനെ മുൻനിർത്തണം. ഞങ്ങളെ മംഗൽ എങ്ങനെയാണ് കാണിച്ചേരി, എപ്പ നിക്കാ വെക്കുന്നപ്പോ എങ്ങനെ
എന്താക്കുന്നത് എല്ലാം ഒന്നാക്കിയിട്ട് സെറ്റപ്പ്. എന്നിട്ട് ആ ഉസ്താദിനെ മുൻനിർത്തി, പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു കുടുംബത്തിൽ ഒരു ഹിരിയന്മാരെന്ന് പറഞ്ഞിട്ട് ഒരു താളത്തേക്ക് പോകുമ്പോ, അല്ല താളല്ല, മറ്റേ ഈ പെണ്ണുക്ക് പാല് കുടിപ്പിക്കാൻ പോകുന്നല്ലേ, എന്താണ് ചരട് കെട്ടുന്ന? ഓമോ, ഞങ്ങളെ നാട്ടിൽ ചരട് കെട്ടുന്ന ഉറുക്ക് കെട്ടുന്ന സംസ്കൃതം നിങ്ങൾക്കറിയാം. ഉറുക്കന്നെ അതന്നെ, അത് ചരട് കെട്ടുന്ന അല്ലേ സംഭവം. അവന്റെ ഓണ് നോക്കണോ, ഓളെ തലന്റെ മേത്ത് കൈ വെച്ചിട്ടുണ്ടല്ലേ, ഒരു ദമ്മെല്ലാം എടുക്കുമ്പോണ്ടല്ല എന്ത് ഇങ്ങനെ വാ എല്ലാം കഴിഞ്ഞ ശേഷം എന്ത് ഓതിനെന്ത് എന്ത് ഓതിനെന്ന് വിളിച്ചു വെച്ചാൽ നമുക്കറിയില്ല. അതൊരു ചടങ്ങാണ്. അങ്ങനെ ചരട് കെട്ടിയെങ്കാവാല, ഓതേണ്ടത് ഓതിയിട്ട് ചരട് കെട്ടണം. അപ്പൊ അത് ഉസ്താദിനോട് പോയി ചോദിക്കണോ, ഞാൻ ഇത് എന്താണ് ചരട് കെട്ടി, എന്ത് ഓതണോ എന്നെല്ലാം ചോദിക്കണോ? ഇപ്പൊ ഒന്നും ഞാൻ കിടക്കണില്ല. ഞാൻ പറഞ്ഞത്, അപ്പൊ പണ്ടത്തെ ഹിരിയന്മാരുണ്ടായിരുന്നു അവിടെ, അവരവിടെ നിന്നിട്ട് പറയും ഉത്തരവാദിത്വം. ആ ഹിരിയന്മാര് ഉത്തരവാദിത്വം നിർവഹിച്ച ഹിരിയന്മാരായിരുന്നു. ഒക്കെ ജവാബ്ദാരിയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അത് ഇരിക്കേണ്ട അടുത്ത് അങ്ങനെ ഒരു ചെലുത്തുണ്ടല്ല, ഞമ്മ ഇരിക്കേണ്ട അടുത്ത് ഞമ്മ ഇരുന്നില്ലെങ്കിൽ നിങ്ങൾ പറയണ്ട, ശക്തമായ ഒരു പേരുണ്ടത്, ഞാൻ പറയണല്ല. ഞമ്മ മൊത്തത്തിൽ പറയാം, ആരാം വന്ന് അവിടെ ഇരിക്കും. അതിനുണ്ട് ഞമ്മ ഇരിക്കേണ്ട നമ്മ ഇരുന്നില്ലെങ്കിൽ ആരാം വന്ന് അവിടെ ഇരിക്കും, പിന്നെ അത് കൊള്ളാവും. പണ്ടത്തെ ഇരിയന്മാരൊക്കെ വിളിച്ചു പറയാറുണ്ടായിരുന്നു, ഇതാ ചരട് കെട്ടാൻ പോകുന്നല്ലേ, ചക്ക മാത്രം പോയാൽ മതി. അതാ ചങ്ങായിമാരെല്ലാം അവിടെ വരെ ആക്കിയിട്ട് ഓനെ ദഫ് മുട്ടിട്ട് അവിടെ വരെ ആക്കിയിട്ട് നിങ്ങളെല്ലാം വാപ്പസ് വരി, അയാൾ അവിടെ തന്നെ ഉണ്ടാവും. സംഭവം അയാളെ തല തൊപ്പിയായിരിക്കില്ല, മറ്റേ ടവലായിരിക്കും, അങ്ങനത്തെ ടവലായിരിക്കും. എന്നാലും അയാൾ അവിടെ ജവാബ്ദാരി നിർവഹിക്കുന്നത്. നിങ്ങൾ നോക്കി ഉത്തരവാദിത്വം നിർവഹിക്കുന്നേ പറയണം. അപ്പൊ ഒരു പുള്ളം പോകുന്നില്ലല്ലോ, അങ്ങോട്ട് പോകുന്നില്ല. അവിടെ ഒരു പടക്കണ്ട, അവിടെ ഒരു ബലൂൺ പൊട്ടിക്കലുണ്ട, അവിടെ ഒരു സ്പ്രേ അടിക്കലുണ്ട. ഇത് നമ്മ ചിന്തിക്കണോ? നമ്മ ഇങ്ങനെ റോട്ടില് പുതിയാപ്പിളനെ താളത്തേക്ക് കൊണ്ടുപോകുന്നില്ല. കൊണ്ടുപോകുമ്പോ ഒച്ചപ്പാടും വെച്ചിട്ട് ഏനത്തെ ഡാൻസും കൂത്തും ഒച്ചപ്പാടും. നീ ആലോചിച്ചിട്ടുണ്ടോ ചെറുപ്പക്കാരാ? നീ ഇങ്ങനെ തെരുവോരങ്ങളിൽ നിന്റെ കൂട്ടുകാരനായ പുതിയാപ്പിളയും കൂട്ടിയിട്ട് താളത്തേക്ക് പുതിയ പെണ്ണിന്റെ വീട്ടിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുമ്പോ വഴിയോരങ്ങളിൽ എത്രയോ വീടുകളിൽ രോഗികൾ കിടക്കുന്നുണ്ട്. ആ രോഗികൾ ഞെട്ടിപ്പോയില്ലേ? മാസങ്ങളോളം കിടക്കാൻ ഉറക്കം വരാത്ത രോഗികൾ പോലും നിന്റെ ഈ അപശബ്ദം കൊണ്ട് ഞെട്ടിപ്പോയ രോഗികളില്ലേ? ഈ അടുത്ത് പ്രസവിച്ച് കിടക്കുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന് പോലും ഞെട്ടിപ്പോയില്ലേ? അപകടം സംഭവിച്ചില്ലേ? എവിടെങ്കിലും നടന്നു വർത്താനല്ല ഞാൻ പറയണേ, അങ്ങനെ നടക്കാൻ സാധ്യതയില്ലെന്നാ ഞാൻ പറയണേ. അതിനാരാണ് ഉത്തരവാദി? ഏതെങ്കിലും ഒരു രോഗി ഈ ഒച്ചപ്പാട് കേട്ട് അറ്റാക്ക് സംഭവിച്ച് മരണപ്പെട്ടാൽ നീ അവനെ കൊന്നതിന്റെ കുറ്റം നിനക്ക് കിട്ടൂലേ? അല്ല, എനിക്ക് ഗൊന്തില്ല, നീ അയാൾ അവിടെ ഉണ്ടായിനീന്ന് എന്തെനിക്ക് ഗൊന്താവാത്തെ? ഇത്രയെല്ലാം ഗൊന്താന്ന് നിനക്ക് ഗൊന്താറ്, ഇത്രയെല്ലാം നിനക്ക് ഗൊന്താന്ന്, ഇടീ ദുനിയാവ് ഗൊന്താന്ന്. നിനക്ക് ചോറ് തിന്നുന്ന ബുദ്ധി കൊണ്ട് ചിന്തിച്ചുകൂടെ? നീ പോകുന്ന വീട്ടിന്റെ പരിസരം, ആ വീട്ടില് രോഗികൾ ഉണ്ടാകും, പ്രസവിച്ച് കിടക്കുന്ന തള്ള ഉണ്ടാവും, പ്രസവിക്കപ്പെട്ട കുഞ്ഞുണ്ടാവും. നിനക്ക് ചിന്തിക്കാനുള്ള കോമൺ സെൻസ് ഇല്ലേ? നീ വലിയ സയന്റിസ്റ്റ് ആയിനെ, നീ വലിയ എഡ്യൂക്കേറ്റഡ് ആയിനെ, നീ വലിയ ഗ്രാജുവേറ്റഡ് ആയിനെ, നീ വലിയ പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആയിനെ. ഇതിനാണ് ഗ്രാജുവേറ്റഡ് ആയിനെ. നിങ്ങൾക്കറിയോ, ഇപ്പൊ സങ്കടത്തോടെ എന്നോട് ചില ചെറുപ്പക്കാർ പറഞ്ഞു, ഉസ്താദേ ഞങ്ങളെ നാട്ടിലത്തെ പുള്ളൊക്കെ വിസ പാസ്സാന്നില്ല. ഒരു നാട്ടുകാർ എന്നോട് പറഞ്ഞതാ, ഞാൻ എല്ലാരും ഇരുത്തിട്ട് പറയാണ്, ഉസ്താദേ ഞങ്ങളെ നാട്ടിലത്തെ മക്കൊക്കെ വിസ പാസ്സാന്നില്ല UAE ജോലിക്ക്. ഓൻ പഠിച്ചിനോ, കൊറേ പഠിച്ചിനോ, ഓന്റെ പഠിച്ചിട്ട് ഓക്ക് ആശ ഉണ്ടായിരുന്നു UAE പോയിട്ട് ജോബ് ചെയ്തിട്ട് നല്ല ശമ്പളം കിട്ടിയിട്ട് ഉമ്മാനെയും ബാപ്പാനെ പോറ്റണം നോക്കണം. ഇപ്പൊ കിട്ടണില്ല. എന്താ കാരണം? ഏത് നാട്ടുകാരൻ ഞാൻ പറയുന്നില്ല, ഒരു നാട്ടുകാരൻ എന്നോട് പറഞ്ഞതാ. എന്താ കാരണോ? ഒക്കു ബാല്യക്കാരെല്ലാരെയും ഗാഞ്ചന്റെ കേസിൽ പിടിക്കപ്പെടുന്നുണ്ട്. ഒരു വന്നിട്ടൂടെ നിന്നെ കാവാലാന്ന് UAE ചിന്തിക്കുക. ഇത്തരെല്ലാം പഠിച്ചിട്ട് ഓനക്ക് UAE ജോബ് കിട്ടാതിരിക്കാൻ കാരണം ഈ പുള്ളല്ലേ? ഇതിനാര് ഉത്തരവാദി? ഉമ്മയും ബാപ്പയും. ഞാൻ അതാ എപ്പോഴും ഞാൻ എന്റെ വാതിൽ പറയും, നിങ്ങൾ ഈ പുള്ളന്മാരെ ഉണ്ടല്ലേ, നിങ്ങൾ ഇങ്ങനെ പയ്യനല്ല കെട്ടയിച്ച് വിട്ട പോലെ നിങ്ങൾ വിട്ടണ്ട, നിങ്ങൾ ബന്ധത്തിൽ വെക്കി.
ഇപ്പൊ കാലി പുള്ളനെ നന്നാക്കാൻ ഉമ്മമാരോട് ഞാൻ പറയാണ്, കാലി കണ്ണു മറിച്ചിട്ട് അങ്ങനെയാ പുള്ളനെ നന്നാക്കുന്നേ. ഓ അതിനേക്കാളും വലിയ കോങ്കണ്ണാക്കിയിട്ട് ഉമ്മാനെ പേടിപ്പിക്കുവാൻ ഇപ്പത്തെ പിള്ളമാരെ പഠിച്ച അവലെ. അതുകൊണ്ടാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ, മക്കളെ പുള്ളനെ നന്നാക്കുന്ന എങ്ങനെ? അടുപ്പിക്ക് മക്കളെ, ബാ മോനെ ബാ. വീട്ടിക്ക് കയറിയ ഉടനെ ഉപ്പ ചോദിക്കണോ, മുഹമ്മദ് ഓളണോ, മുഹമ്മദ് ഓളണോ? പോയി കയറി ഉടനെ നിസ്കരിച്ചാരാ? ഓൺക്കപ്പ ആദ്യം തന്നെ അറിയും, ഇത് എപ്പം കേൾക്കുന്ന തന്നെ പോ ണ്ടാ. ഓ നിസ്കരിക്കണമെന്ന് ഉണ്ടായിനി ഓക്ക്, പക്ഷെ ഇയാൾ എപ്പം വന്നിട്ട് ചോദിക്കുന്നത് തന്നെ ഓളണോ, ഓളണോ, ഓളോ ഓളോ, ഓളണോ, എവിടെ ഓളോ, എന്താ മൊബൈൽ നോക്കിയാരാ? പോയി ചോദിക്കുന്നത് മൊബൈൽ നോക്കിയേ. ഓനക്ക് ഇത് ആദത്തായി കേട്ട് കേട്ട് മർത്തിന്. മൊബൈൽ നോക്കിയാരാ, നിസ്കരിച്ചാരാ? ഓൻ ഉമ്മാനോട് പോയി പറഞ്ഞ്, നക്ക് നിസ്കരിക്കോ മനസ്സില്ലാണ്ട് എന്തോ അല്ല ഉമ്മ, ഈ അബ്ബടെ കിരിക്കിരി നക്ക് നിസ്കാരമേ വേണ്ട, പോ നക്ക് നിസ്കരിക്കോ മനസ്സുണ്ടു വേണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ ഓൻ നിസ്കരിക്കാത്ത എന്തോ ഉണ്ട് ഉപ്പൻ. അങ്ങനെ ആക്കണ്ട, ഓനെ അടുപ്പിക്ക്. ഒന്ന് വീട്ടിൽ കയറിയ ഉടനെ എവിടെ ഉണ്ട് മുഹമ്മദ്, കിടാവിഞ്ഞപ്പാ എങ്ങനെയുണ്ട് രാത്ത്, എന്തെങ്കിലും തിണ്ടേ, അതാ അല്ലേ തിണ്ടേ, എനിക്ക് എന്ത് വേണോ ഇതാ കൊണ്ടുപോയി കൊടുക്ക, എന്തെങ്കിലും ഒന്ന്, എന്തെങ്കിലും. പണ്ടല്ല കൊണ്ടുപോയി കൊടുത്തോണ്ടായി, എന്ത് പണ്ട് ഉപ്പ വരുമ്പോ കടല കൊണ്ടുപോയി മറന്നോ പൊയ്യത്ത വെയിലുകാര്? പഴയ ഉപ്പമാര് പുള്ളോക്ക് പുരക്ക് വരുമ്പോ കൊണ്ടുവരുന്ന എന്തായിരുന്നു? ബട്ടാണി കടല, നിലക്കടല, ഉരിക്കടല. ഇന്ന് കടല ഉരിയോണത്തരുന്നല്ലാതെ ഉരിക്കടല എവിടെ? ഉരിക്കടല, നിലക്കടല അല്ലേ. പിന്നെ മറ്റേതുണ്ടല്ലേ ആ തോല് പൊട്ടിച്ചിട്ട് നിന്നത്, അതിനെന്ത് പറയുന്നേ, അതിനെന്തോന്ന് പറയുന്നല്ലേ, എന്ത് കടല? കോട് കടല, അതന്നെ. പിന്നെ മറ്റേ ബട്ടാണി പച്ചൻ്റെത്, എന്താണ് അതിന്, ചക്കുരു പേര, ചിപ്സ് പേര, മറ്റേ ഇതുണ്ടല്ലേ എന്തത്, വെളുത്തത് അല്ല, വെളുത്തല്ലപ്പാ മഞ്ഞോ, ബോട്ടി ഗൂഢം കടലല്ല ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ടായി, എന്താ പറയാ ബോട്ടി തന്നെ, ബോട്ടി. അതെല്ലാം ഉപ്പ കൊടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോ ഓൻ എന്ത് രസം. ഓൻ ഉപ്പന്റെ വാക്ക് കേൾക്കാതിരിക്കൂല, ഉപ്പ ഓനെ അടുപ്പിക്കുന്നു. ഓന്റെ അടുത്ത് ഇരുന്നിട്ട് ഉപ്പ കുറെ സംസാരിക്കും. എല്ലാം ആയിട്ട് മോനെ നിസ്കരിച്ചേ, ഇല്ലപ്പ ഞാൻ ഇപ്പൊ നിസ്കരിക്കും. അതാ ഇത് പള്ളിന്റെ ബാങ്ക് കേൾക്കാനില്ല, അപ്പോഴേക്കും ഉമ്മ കേട്ടാലാ ഓലാ കേട്ട് പോണുണ്ട് വിചാരിച്ച നീ ചൊന്നത് കൊണ്ട് അപ്പോണില്ല. ഞാൻ തങ്ങളെ സത്യം പറയാം, അങ്ങനല്ലേ ഇപ്പൊ എന്താ സംഭവം. മുത്തുനബി തങ്ങൾ എന്താ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളെക്കാളും മക്കളെ നന്നാക്കിയെടുക്കാൻ ഗൊന്തുള്ള നേതാവല്ലേ ഫാത്തിമ ബീവിയെ നന്നാക്കിയെടുത്തില്ലേ ലോക നേതാവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. മക്കളെ നന്നാ ഇതിപ്പോ ഈ ആര് ആഭാസാക്കുന്ന ആരമക്കോ അല്ലേ, ഒന്നാ ഞങ്ങളെ മക്കോ, ഒന്ന് ആരമക്കോ, ഓരെണ്ണല്ലേ ഇപ്പൊ മംഗളത്തിന് ആഭാസാക്കുന്നേ. ഓരെ നമുക്കൊന്ന് അടുപ്പിച്ചിട്ട് നന്നാക്കിയെടുത്തെങ്കിൽ ആഭാസോ എല്ലാം നിൽക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയപ്പെട്ട മോളല്ലേ സയ്യിദത്തുന ബീവി ഫാത്തിമത്തു സഹ്റാ. ഉറക്കെ പറയണം, പോരാ ഞാൻ ചുരുക്കുകയാണ്. സയ്യിദത്തുന ബീവി ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആരാന്നറിയോ ഉമ്മ? മറക്കപ്പുറത്തിരിക്കുന്ന ഉമ്മമാരോട് ഞാൻ പറയാണ്, മഹ്ശരിൽ ഒരു രംഗം വരാനുണ്ട്. അള്ളാഹു ആ സദസ്സിൽ കൂടാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരട്ടെ. ഫാത്തിമ ബീവി സ്വർഗത്തിലേക്ക് പോകുന്ന ആ സമയത്ത് അവിടെ ഉണ്ടാകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കെ നോക്കട്ടെ. ബിസ്മില്ലാ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. യൗമോ റബ്ബേ, നമുക്കൊന്ന് ദ്വാരക്ക. ഇവിടെ ഒരു മണവാട്ടി ബീവി എന്ന മഹദിയുടെ പിന്നെ പന്തല്, അതിന്റെ ചുവട്ടിലാണ് ഞങ്ങൾ ഇരിക്കണേ. ഇതിന്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹു ആ പന്തലിൻ ചുവട്ടിൽ ഞങ്ങൾക്കൊരു ചെറിയ ഇടം തരട്ടെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സ്വർഗത്തിലേക്ക് പോകുന്ന രംഗ ഇമാമികൾ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഉമ്മമാരോട് ഞാൻ പറയാം, ഫാത്തിമ ബീവി ഇങ്ങനെ സിറാത്ത് പാലത്തിന്റെ മുകളിൽ കയറും. മഹാന്മാര് കിതാബിലൊക്കെ എഴുതി വെച്ചത് കാണാൻ, ഞാനിപ്പോ അത് വായിച്ചു പറയില്ല. ഇബ്നു ഹജറിൽ ഹൈതമി തങ്ങളെ സ്വവായിഖുൽ മുഅരിക്കയിൽ പറയുന്നുണ്ട്, ഫാത്തിമ ബീവി ഇങ്ങനെ സിറാത്ത് പാലത്തിന് മുകളിൽ കയറുമ്പോ ഒരു വിളി വരും, യാ അഹ്ലൽ ജമാഇ, ഇവിടെ കൂടിയ ആളുകളെ, നക്കിസൂ റൂസക്കും, നിങ്ങൾ എല്ലാരും തല ഒന്ന് താഴ്ത്തി നോക്കാം, എല്ലാരും തല കീഴിലിട്ട് നോക്കാം. അപ്പോ അവിടെ നിന്ന് ഒരു വിളി വരും, വഗുല്ലു അബ്സാറഹും, നിങ്ങളെ കണ്ണെല്ലാം ഒന്ന് മുച്ചി നോക്കാം, കണ്ണ് തുറന്നിടണ്ട, തലെല്ലാം ഒന്ന് കീഴാക്കിയിട്ട് കണ്ണൊന്ന് മുച്ചിരി.
ഇപ്പൊ ഇവിടുന്ന് വിട്ടുകിടക്കും ഫാത്തിമത്തു ബിന്തു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളായ ബീവി ഫാത്തിമ ഇപ്പൊ ഇതിലൂടെ വിട്ടുകിടക്കുകയാണ്. ഫാത്തിമ ബീവിയെ സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്നാര്? ഇപ്പൊ ബഹുമാനപ്പെട്ട ഉസ്താദും ഉസ്താദിന്റെ ബേക്കിൽ ഞാനൊക്കെ ഇങ്ങനെ വരുമ്പോ നമ്മളെ പുള്ളോ ഡപ്പ് മുട്ടിട്ട് ആനയിച്ചില്ലേ? എന്നാൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായെ ഉമ്മ ശരിക്കും കേട്ടോ, കല്യാണ വീട്ടില് ആണുങ്ങളെ മുന്നിൽ പോയിട്ട് മുഖം വെളിവാക്കിയിട്ട് ആഭാസം കാണിക്കുന്നവരില്ലേ? ഈ സദസ്സിൽ അത്തരത്തിലുള്ള പെൺകുട്ടി ഇല്ല എന്ന് എനിക്ക് 100% അറിയാം. പക്ഷേ എന്റെ വിഷയം അതായതുകൊണ്ട് ഞാൻ അതങ്ങ് ടച്ച് ചെയ്ത് പോകുന്നു എന്ന് മാത്രമോ. അതേ സ്റ്റേജിൽ കയറി പുതിയ ആപ്പിളന്റെ കൂടെ നിന്നിട്ട് പുതിയ പെണ്ണിന്റെ കൂട്ടുകാരികൾ എന്ന് പറഞ്ഞിട്ട് അന്യ പുരുഷന്റെ മുന്നിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നതിന് ഫോസ് കൊടുക്കുന്നവരില്ലേ? ഇവരാരാണ്? നിസ്കരിക്കാത്തവരാണോ? ഇവര് ഖുർആൻ ഓതാത്തവരാണോ? ദിക്ർ ചൊല്ലാത്തവരാണോ? തസ്ബീഹ് ചൊല്ലാത്തവരാണോ? സ്വലാത്ത് ചൊല്ലാത്തവരാണോ? റമളാനിൽ നോമ്പ് നോൽക്കാത്തവരാണോ? അല്ല അല്ല, കൃത്യമായും നിസ്കരിക്കുന്ന സ്ത്രീകളെ കൂട്ടത്തിലുണ്ട്, ഖുർആൻ ഓതുന്ന സ്ത്രീകളെ കൂട്ടത്തിലുണ്ട്, ദിക്ർ ചൊല്ലുന്ന സ്ത്രീകളെ കൂട്ടത്തിലുണ്ട്, തസ്ബീഹ് ചൊല്ലുന്ന സ്ത്രീകളെ കൂട്ടത്തിലുണ്ട്, സ്വലാത്ത് ചൊല്ലുന്ന സ്ത്രീകളെ കൂട്ടത്തിലുണ്ട്. എന്നാലും ഒരു കല്യാണം നടക്കുമ്പോ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വിവാഹ ചടങ്ങില് സ്റ്റേജിൽ കയറിയിട്ട് അത് അന്യ പുരുഷനാണ്, പുതിയ ആപ്പിളയെന്ന് പോലും ചിന്തിക്കാൻ മനസ്സ് കാണിക്കാത്ത ചില യുവതികളില്ലയോ, ചില സ്ത്രീകളില്ലയോ? എന്നിട്ട് അന്യ പുരുഷനായ പുതിയ ആപ്പിളന്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ നിന്നു കൊടുക്കുന്ന സ്ത്രീകളില്ലയോ? സർവ ഉമ്മമാര് കേൾക്കാൻ വേണ്ടി പറയാണ്, സർവ സഹോദരിമാര് കേൾക്കാൻ വേണ്ടി പറയാണ്, ഫാത്തിമ ബിന്ത് മുഹമ്മദ് ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ സ്വർഗ്ഗത്തിലേക്ക് പോകുമ്പോൾ ആ ഫാത്തിമ ബീവി സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കുന്നതാരാണെന്നറിയുമോ? മഅഹാ 70,000 ജാരിയ മിനൽ ഹൂറിൽ ഈൻ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായോടൊപ്പം 70,000 സ്വർഗത്തിന്റെ ഹൂറിൽ ലിസാനുണ്ട്. 70,000 70,000 70,000 സ്വർഗത്തിന്റെ ഹൂറുൽ ലിസാനാണ് ഫാത്തിമ ബീവിനെ ആനയിച്ചിട്ട് സ്വർഗത്തേക്ക് കൊണ്ടുപോണേ. അതുകൊണ്ട് എല്ലാരും തല താഴ്ത്തി നോക്കാ, മുഖം ചിമ്മി നോക്കാ. എന്താ കാരണം? ദുനിയാവിൽ മംഗളത്തിന്റെ പൊരക്ക് പോയെങ്കുണ്ടല്ലമ്മ കേൾക്കുണ്ടാവല്ലേ അല്ലെ? മംഗളത്തിന്റെ പൊരക്ക് പോയെങ്കും എങ്ങനെ പോണറിയമ്മ? ഫാത്തിമ ബീവി മംഗളത്തിന്റെ പൊരക്ക് പോയി വന്നതുപോലെ പോണം. അള്ളാഹു ഭാഗ്യം കൊടുക്കട്ടെ. ആർക്ക്? വേറെ പെണ്ണുങ്ങൾക്ക് ഒന്നുമല്ല, ഞങ്ങളെ ഉമ്മമാർക്ക്, ഞങ്ങളെ തിരിയന്മാർക്ക്, ഞങ്ങളെ പെങ്ങന്മാർക്ക്, ഞങ്ങളെ പെൺപുള്ളോക്ക് എല്ലാവർക്കും അള്ളാഹു അങ്ങനെ ഭാഗ്യം കൊടുക്കട്ടെ. എങ്ങനെ പോണോ? പോയിട്ട് ഇപ്പൊ പോയിട്ടെല്ലാം വീഡിയോ ആക്കുന്ന എല്ലാം മൊബൈലുണ്ടല്ലോ, എല്ലാം മൊബൈലുണ്ട്. പെണ്ണുങ്ങന്മാർ വീഡിയോ എടുക്കുന്നേ. എന്ത് വീഡിയോ? ആരെ വീഡിയോ? എല്ലാരും ഉസ്താന്റെ എടുക്കുന്നേ, തങ്ങളതും എടുക്കുന്നേ, ആചാരന്റെ എടുക്കുന്നേ, മൊയിലാന്റെ എടുക്കുന്നേ, എല്ലാരും എടുക്കുന്നേ. എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക്. വലിച്ചെറിയുമ്മ അതൊക്കെ വലിച്ചെറിയേണ്ട കാലം കഴിഞ്ഞു. വലിച്ചെറി അതൊക്കെ. പഴയ കാലത്തെ പെണ്ണുങ്ങന്മാരെ മംഗളത്തിന് പോയി വന്നില്ലേ? ഞാൻ എല്ലാ ഉമ്മമാരും പറയുന്നാറില്ല, ഇയാൾ കുറച്ച് സ്ട്രോങ് ഒക്കെ, കുറച്ച് സ്ട്രോങ് ചായ. ചില സമയത്ത് സ്ട്രോങ് കുടിച്ചെങ്കിലേ തലവേദന മാറുള്ളൂ. ഞാൻ ഉമ്മമാരെ ചീത്ത പറയല്ല, പിന്നെ അവഹേളിക്കല്ല, നമ്മൾ ചിന്തിക്കാം. ഏതെങ്കിലും ഒരാൾ നന്നായാൽ നന്നായില്ലേ? അപ്പൊ എന്താ? മംഗളത്തിന് പോണോ? ഒരു മംഗളത്തിലേക്ക് പോകുമ്പോണ്ടല്ലമ്മ നിങ്ങൾ എന്ത് ചിന്തിക്കണമെന്ന് അറിയാം? പൊരന്നിറങ്ങുമ്പോ ഒരു നിയത്ത് വെക്കണം. എന്ത് നിയത്ത്? റമളാൻ നോമ്പിന് നിയത്ത് വെക്കുന്നുണ്ട്. നവൈത്തു സൗമഗതി അന്നദായി
അന്നദായി ഒന്നുമല്ല, അന്നദായി ഫർളി റമദാനി ആദീസനത്ത് ഒക്കെ വരാൻ പോകുന്നല്ലേ. ആ നിയത്തിനെ കുറിച്ചല്ല ഞാൻ പറയണേ. ഒരു നിയത്ത്, ഇതാ ഞാന് മുഹമ്മദാജിന്റെ മോളെ മംഗളത്തേക്ക് പോന്നെന്ന് ഡാഷ്. ഉദാഹരണം, മുഹമ്മദാജി ഉദാഹരണമാണ്. ഏത് ആചാരം നിങ്ങൾ വെച്ചോളെ, ആചാരമല്ല വേണ്ട. നൗഫൽ സക്കാഫിന്റെ മോളെ മംഗളത്തേക്ക് എന്നെ പോകുന്നതെന്ന് വെക്കാം. പക്ഷെ സമയമൊന്നും ആയിട്ടില്ല മാത്രം, കൊറേ കഴിയണം ഇനി. അള്ളാഹു റബ്ബേ, അള്ളാഹു ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഇന്ന് ഞാന് എയർപോർട്ടിൽ, ദുബായ് എയർപോർട്ടിലുള്ള സമയത്ത് 2-3 മക്ക വന്നിട്ട് പറഞ്ഞ് കൈ തന്നിട്ട്, ഉസ്താദേ ദ്വാർക്കണോ. എന്താ, ഞങ്ങൾ അർജന്റ് നാട്ടിലേക്ക് പോവാൻ കീഞ്ഞതാണ്. എന്തേ? ഉമ്മ മരിച്ചു ഉസ്താദേ. ഉമ്മക്ക് എന്തോ തീരാണ്ടുണ്ടായിനാ? ഇല്ല, അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല ഉസ്താദ്, ഉഷാറുണ്ടായി. എത്ര വയസ്സായിന്? 63 വയസ്സായി. 63 വയസ്സായ ഉമ്മ മരിച്ചു ഉസ്താദേ, ദ്വാർക്കോണോന്ന്. പാവം. ഞാൻ ഇങ്ങനെ നോക്കുമ്പോണ്ടല്ല, എല്ലാരും മുഖത്ത് ഈ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നവരെ മുഖണ്ടല്ല, അതൊന്ന് നോക്കണം. ഞമ്മ ഈ ഗൾഫുകാരെന്ന് പറഞ്ഞിങ്ങണ്ട, ഓൻ തരുന്ന പൈസ മീറ്റു 5000 കുറഞ്ഞു പോയിങ്ങണ്ടല്ലേ. ഓൻ പണ്ട് തന്നോണ്ടായോ, ഇപ്പൊ തരുന്നില്ല. ഓന്റെ അവസ്ഥ എന്തെന്ന് ഓൻക്കും ഓന്റെ റബ്ബിനും അറിയാലോ. അങ്ങനെ പറയാൻ പറ്റുക. അതുകൊണ്ട് തന്നെ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആളുകളെ മുഖം നോക്കണം. അവിടെ ഇങ്ങനെ എയർപോർട്ടില് ചില പെണ്ണുങ്ങന്മാരെല്ലാം എയർപോർട്ടിലേക്ക് പോന്നെ ഓർത്തം ദുബായിക്കാവാ. ഇടീ കുടുംബ കാന്താനെ പോന്നെ. എവിടേക്ക്? എയർപോർട്ടിലേക്ക്, ദുബായിക്ക് പോവാൻ. ഞാൻ പറയട്ട, അവിടെ നിങ്ങ പോയി നിൽക്കുമ്പോണ്ടല്ല, അവിടെ ഇങ്ങനെ അറൈവലിൽ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ പെട്ടിയെല്ലാം ഊന്നിട്ട് ഇങ്ങനെ വരും. അപ്പോ പുരുഷന്മാരോട് ഞാൻ പറയാണ്, ചില ആണുങ്ങൾ അതിലൂടെ വരുമ്പോ അവരെ മുഖം നോക്കണം. മക്കൂട്ടത്തില് ഭാര്യ മരിച്ചിട്ട് വരുന്ന ഭർത്താവുണ്ട്, മോൻ മരിച്ചിട്ട് വരുന്ന ബാപ്പുണ്ട്, സ്വന്തം ഉമ്മയും ബാപ്പയും മരിച്ചിട്ട് വരുന്ന മക്കളുണ്ട്. അപ്പൊ ഇവരെ മുഖത്തേക്ക് ഞാൻ ഇങ്ങനെ നോക്കും, എല്ലാരും മുഖത്ത് ഭയങ്കര സന്തോഷാണ്. ഈ 3 മക്കളെ മുഖത്ത് വല്ലാത്ത ദുഃഖം. എന്താ? ഉമ്മാന്റെ മയ്യത്ത് കാണാൻ വേണ്ടി വരികയാണ്. അവർ ഗൾഫിലേക്ക് പോകുമ്പോ, മോനെ പോന്നതാ, വേം വരിയാവാ എന്ന് പറഞ്ഞിട്ട് ജീവനുള്ള ഉമ്മ പറഞ്ഞയച്ചതാണ്. അന്നവർ ഗൾഫിലേക്ക് പോകുമ്പോ ചിന്തിച്ചില്ല, ഞങ്ങൾ ഇനി മടങ്ങി വരുന്നത് ജീവനില്ലാത്ത ഉമ്മനെ കാണാനാണെന്ന് ചിന്തിച്ചില്ല. അങ്ങനെയുള്ള രംഗം നമ്മളെ കൺമുന്നിൽ കാണുമ്പോ എന്തുകൊണ്ട് ഇനിയും നമുക്ക് നന്നായിക്കൂടാ? വയനാട് ദുരന്തം കണ്ടില്ലേ നമ്മള്? ഇനി എന്തിനു നമ്മ കാത്തിരിക്കുന്ന ഞാൻ ചോദിക്കുന്നത്. വയനാട് ദുരന്തം നടന്നില്ലേ? വയനാട് മേപ്പാടിയിൽ നടന്ന ദുരന്തം, അവിടുന്ന് ഒഴുകിയ മനുഷ്യമക്കള് മലപ്പുറം ജില്ലയുടെ അങ്ങേ അറ്റത്തെ നിലമ്പൂരിന്റെ വനത്തിലാണ് ആ ശരീരങ്ങളും ഡെഡ് ബോഡികളും കിട്ടിയതെങ്കിൽ എത്ര കിലോമീറ്റർ ഉണ്ട് വയനാട്ടിലത്തെ മേപ്പാടി നിന്ന് നിലമ്പൂരിലേക്ക്? ഒന്ന് ഗൂഗിളിൽ ടൈപ്പാക്കി ചെയ്ത് നോക്ക്, GPS നോക്കിയാൽ മനസ്സിലാവൂലേ? വയനാട്ടിലത്തെ മേപ്പാടിയിൽ നിന്ന് മലപ്പുറം ജില്ലയുടെ ഒരു അറ്റമാണ് നിലമ്പൂരിലേക്ക് എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടെന്ന് ഒന്ന് GPS മാപ്പിലൂടെ സെർച്ച് ചെയ്തു നോക്ക്. ആ മേപ്പാടിയിൽ നടന്ന ദുരന്തം, അതിലൂടെ ഒഴുകിയ ശരീരങ്ങള് കണ്ടെത്തിയത് പിന്നെ നിലമ്പൂരിലെ വനത്തിലാണെങ്കിൽ അക്കൂട്ടത്തിൽ ഒരു റൗണ്ട് ഒരു സാധനം കണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും ഇങ്ങനെ മണ്ണിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇളക്കിയിട്ട് ഇങ്ങനെ നോക്കുമ്പോ എന്താണ്? ഒരു സ്ത്രീയുടെ ഗർഭപാത്രമാണ്. ആ ഗർഭപാത്രം പോലും ഒഴുകിപ്പോയി. ഒരു പെണ്ണിന്റെ ശരീരത്തിൽ നിന്ന് ഗർഭപാത്രം തെറിച്ചുപോയി. അതുപോലും കണ്ടെത്തിയില്ലേ? ഇനി ഇതിനേക്കാൾ വലിയതെന്താണ് നമ്മൾ കാത്തിരിക്കുന്നത്? നന്നാകാൻ. അതുകൊണ്ട് ഒരുങ്ങിക്കോ. ഉമ്മ കല്യാണ വീട്ടിൽ ചെന്നാൽ വീട്ടിൽ നിന്നിറങ്ങുമ്പോ ഒരു നിയത്ത് വെക്കണോ? എന്താണ് നിയത്ത്? ഈ മംഗലത്തേക്ക് ഞാനിതാ പോയി വരുന്നു, പക്ഷേ എന്റെ മുഖമുണ്ടല്ലോ ഒരു അന്യ ആണിനും ഞാൻ കാണിക്കൂല എന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു നിയത്ത് വെച്ച് അതനുസരിച്ച് കല്യാണത്തിന് പോയി വന്നുകൂടെ? അതുകൊണ്ടാണല്ലോ ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
പ്രിയപ്പെട്ട മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചില്ലേ, ഫാത്തിമ അയ്യു ശൈഇൻ ഖൈറുൻ ലിൽ മർആ, അല്ല ഫാത്തിമ, ഒരു പെണ്ണിന് ഏറ്റവും ഖൈറായത് എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ? ഓ ഉമ്മമാരേ, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ എന്താ പറഞ്ഞത്? ഉടനെ ബാപ്പാനോട് പറഞ്ഞ മറുപടി, അല്ലാ തറാ റജുലൻ വലാ യറാഹാ റജുലു, ഒരു അന്യ ആണിനെയോ അങ്ങോട്ട് കാണാൻ പോകാൻ നിൽക്കണ്ട, ഒരു അന്യ ആണും നിന്നെ ഇങ്ങോട്ട് നോക്കാൻ അവസരം കൊടുക്കണ്ട. പൊന്നുമകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ആ മകളെ മറുപടി അങ്ങ് ബാപ്പ കേട്ടപ്പോ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാമി അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ രേഖപ്പെടുത്തിയത് കാണാം. ഹബീബായ തങ്ങൾ മോളെ എന്ത് ചെയ്തു എന്നറിയോ? ഫളമ്മഹാ ഇലൈഹി, പൊന്നുമകൾ ഫാത്തിമ ബീവി ബാപ്പയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളങ്ങ് ചേർത്തി പിടിച്ചു. ഇതല്ലേ ഒരു ബാപ്പാനെ സന്തോഷിപ്പിക്കണത്? ദുബായിൽ ചെന്നപ്പോൾ ഒരു ഡോക്ടറിന്റെ പിതാവുണ്ട്. ആ മോൻ ഡോക്ടറാണ്. എവിടെ ഡോക്ടറാണ്? ഛത്തീസ്ഗഡിൽ ഡോക്ടറാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഛത്തീസ്ഗഡിൽ ഡോക്ടറാണ്. ആ ഡോക്ടർ പാവങ്ങളായ മക്കൾക്കിടയിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കണ ഫോട്ടോ ബാപ്പക്ക് അയച്ചു കൊടുത്തു. ഈ ബാപ്പ അങ്ങനെ കാറിൽ പോകുമ്പോ എനിക്കിങ്ങനെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ ഈ മോൻ എനിക്കിങ്ങനെ ഫോട്ടോ അയച്ചു തന്നപ്പോ ഞാൻ അതിന്റെ അടിക്കുറിപ്പില് ഒന്ന് എഴുതി കൊടുത്തു, നിന്നെ പോലോത്ത ഒരു മകന്റെ ബാപ്പയാണ് ഞാൻ എന്ന് പറയാൻ ഞാൻ അഭിമാനിക്കുന്നു എന്നറിഞ്ഞു. ആ ഒരൊറ്റ എഴുത്തു മതി ആ മകൻ അതേ നിലയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട്. ഡോക്ടറായ മോൻ, അല്ലാഹു ആ കുടുംബത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. ബാപ്പയാണ് എപ്പോഴും മക്കൾക്ക് ആശ്രയം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉമ്മ അറിയുമോ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ചരിത്രത്തിൽ കാണാം ഏറ്റവും നന്നാകാനുള്ള സമയമാണ് ഈ റജബ് മാസം. ഞാനിപ്പോ അതിന്റെ മഹത്വമൊന്നും പറയുന്നില്ല, അതിലേക്ക് കടക്കുന്നില്ല. ഏറ്റവും നല്ല സമയമാണ്. ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും വരാനുണ്ടെന്നത് ഉറപ്പാണല്ലോ. യൗമ യസ്ദുറുന്നാസു അശ്താതൻ ലിയുറൗ അഅ്മാലഹും ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. എല്ലാരും ഇങ്ങനെ കൂട്ടമായി ഈ ബഅദ് പറയുന്ന മുസ്ലിയാരായ ഞാനും വരൂ. പൊയ്യത്തബയിലെ ഉറൂസിന്റെ സദസ്സിൽ എന്റെ ബഅദ് കേൾക്കുന്ന ഉപ്പമാരോ, ചേട്ടാനുജന്മാരോ, മറക്കപ്പുറത്തിരിക്കുന്ന ഈമാനുള്ള ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളും വരൂ. യൗമ യസ്ദുറുന്നാസു അശ്താതാ, ജനങ്ങളെല്ലാം കൂട്ടമായി വരുന്നു. എന്തിനാണ് വരുന്നത് മഹ്ശറിൽ എന്നറിയുമോ? ലിയുറൗ അഅ്മാലഹു, അല്ലാഹു അവർ ചെയ്ത അമലുകൾ അവർക്ക് അവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. ഇതാ നീ ചെയ്തത് കണ്ടോ, നല്ലതും അവിടെ കാണിച്ചു കൊടുക്കുന്നു. കല്യാണത്തിന്റെ പേരിൽ നടത്തിയ ആഭാസങ്ങളിൽ അതും അവിടെ നിന്ന് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അല്ലാഹു ഖുർആനിൽ പറയുന്നത് നോക്കൂ നിങ്ങൾ, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ ഒരണുമണി തൂക്കമെങ്കാലും നല്ലത് ചെയ്തവനുണ്ടോ? അവൻ അവിടുന്നതാ നല്ലത് കാണുകയാണ്. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. ഇവിടെ ഒരണുമണി തൂക്കളവോളം തിന്മ ചെയ്തവനുണ്ടോ? ആ തിന്മ പരലോകത്ത് വെച്ചവനെ കാണിക്കൂ. അല്ലാഹു മലക്കുകളിലൂടെ അവനെ കാണിച്ചു കൊടുക്കൂ. ഇത് സൂറത്തുൽ സൽസല, പരിശുദ്ധ ഖുർആനിലെ സൂറത്തിൽ അല്ലാഹു പറഞ്ഞത് നുണയാണോ, കള്ളമാണോ?
സത്യത്തിന് നിരക്കാത്തതാണോ? വാസ്തവത്തിന് വിരുദ്ധമാണോ? അല്ല അല്ല, നടക്കാൻ പോകുന്നതാണ്. അതുകൊണ്ടാണ് പറയട്ടെ ഉമ്മമാരോട്, സയ്യിദത്തുനാ ബീവി ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ജീവിതത്തിൽ സന്തോഷത്തോടെ ചിരിച്ചത് ഒരൊറ്റ നേരത്ത് മാത്രമാണ് കേട്ടോ. പിന്നെ ചിരിച്ചിട്ടില്ല. ബാപ്പയില്ലാത്ത ദുനിയാവാണ്, ലോകനേതാവില്ലാത്ത ദുനിയാവാണ്. ഇനി ആരെ കണ്ടിട്ടാണ് ഞാൻ ചിരിക്കുന്നത്? എന്റെ ബാപ്പയില്ലാത്ത ദുനിയാവിൽ ഞാൻ എന്തിനു ചിരിക്കും? അതുകൊണ്ട് ചിരിക്കാത്ത മഹദിയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട പൊന്നുമോളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ എന്ന മറക്കപ്പുറത്തിരിക്കണ ഉമ്മമാരെ കേട്ടോളൂ. എന്നാലും മരിക്കണതിനു മുമ്പ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ചിരിച്ച ഒരു നേരമുണ്ട്. ചരിത്രം അത് പറയുന്നുണ്ട്. ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു കിതാബുൽ മുസ്തദ്റക്കിൽ അക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊരാൾക്കും മരിക്കണ ചിന്ത വരണം. ഇപ്പൊ പറഞ്ഞു ഉമ്മ ഞാൻ നിർത്താൻ. ഏതൊരാൾക്കും, എന്നോട് ജബ്ബാർ ഉസ്താദ് പറഞ്ഞു, പിന്നെ 11:30 മണി വരെ കൊണ്ടുവന്നെ വേണം, അതിലൊരു എക്സ്ക്യൂസും ഇല്ലാന്ന്. അതിന്റെ അപ്പുറം പിന്നെ നിങ്ങളെ ഇഷ്ടം, എത്ര വേണേ കൊണ്ടുപോയിക്കോളിന്ന്. ഞാൻ പിന്നെ എനിക്ക് വലിയ ധൈര്യം ഉണ്ട്. എന്താന്ന് പറഞ്ഞാലേ, ഞാനിപ്പോ അവിടെ ഒന്നും ഉറങ്ങിയിട്ടില്ല. അപ്പൊ ഉറങ്ങിയിട്ടില്ല, ഇങ്ങനെ ഇന്ന് എന്താന്ന് അറിയില്ലട്ടാ. ഞാനിപ്പോ ഈ അടുത്തൊന്നും ഇങ്ങനെ ഒരു ആവേശത്തിൽ പ്രസംഗിച്ചിട്ടില്ല. അത് ഇവിടുത്തെ മറപ്പെട്ട് കിടക്കണ മഹദിയുടെ കറാമത്ത് പോറായിരിക്കും ഞാൻ മനസ്സിലാക്കണം. അള്ളാഹു അവരുടെയൊക്കെ തണൽ നമുക്ക് എക്കാലത്തും നിലനിർത്തി തരട്ടെ. പക്ഷെ എന്നാലും ഞാൻ പിന്നെ ഇനി അഥവാ ഞാൻ എവിടെയെങ്കിലും ക്ഷീണിച്ച് നിർത്തിയാലും, ജബ്ബാർ ഉസ്താദും വാള് പറയാൻ കുറവൊന്നുമില്ലല്ലോ. നല്ല വാള് പറയും, നല്ല വായുവാണ്, പ്രഭാഷകനാണ്. ഞങ്ങളൊക്കെ ഒരേ ദർസിൽ പഠിച്ചതാണ്. എന്റെ ജ്യേഷ്ഠ സഹോദരനാണ്. അല്ലാഹു തആല അവർക്കൊക്കെ നല്ല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അവർക്കും അവരെ കുടുംബത്തിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഒക്കെ അല്ലാഹു സന്തോഷം തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരാൾക്ക് മരിക്കണ ചിന്ത വരണ എപ്പം ചൊല്ലി നോക്കാം. ആരെങ്കിലും ഒരാൾ പറയോ? ഒറ്റ ഒരാൾ മറുപടി പറഞ്ഞാൽ. ഇപ്പൊ ഒരാൾക്ക് മരണ ചിന്ത വരണമെങ്കിൽ എപ്പോ? മുടി പൽക്കണോ? അല്ലെ, വെറുതെ ചൊല്ലുന്നേ. ഇപ്പൊ എല്ലാരും മുടിയും പൽക്കുന്ന തന്നെയല്ലേ അല്ലേ? ഞാൻ വെറുതെ പറയല്ല, എന്നോട് എല്ലാരും ചോദിക്കുന്നത്. ഞാൻ എന്താക്കട്ടെ നോക്കി ഉസ്താദെ പൽക്കാൻ തുടങ്ങിയല്ലേ? പൽക്കാൻ പെറങ്കായ ഞാൻ ചോദിച്ചേ. അല്ല, പൽക്കാൻ ഒക്കെ പൽക്കുന്ന തന്നെ. ഇപ്പൊ എല്ലാരെയും പൽക്കാൻ തുടങ്ങി. ബാല്യക്കാരെയും പൽക്കാൻ തുടങ്ങി, നിരക്കാൻ തുടങ്ങി അല്ലേ? ഇപ്പൊ ബാല്യക്കാരതെല്ലാം നടക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇപ്പൊ കാലം, അങ്ങനെയാണ്. എന്നാലേ നരബാധിച്ചത് കൊണ്ടൊന്നും ഇക്കാലത്ത് മരണ ചിന്ത വരൂല എന്ന് ഉറപ്പാണ്. കാരണം എല്ലാവർക്കും നരബാധിക്കാൻ തുടങ്ങി. നിങ്ങളെ നരച്ചിട്ടില്ലല്ലേ, കണ്ണു തട്ടണ്ട. അതേ സമയത്ത് നിങ്ങൾ ആലോചിക്ക്, എപ്പോ മരിപ്പിന്റെ ചിന്ത വരുന്ന പറഞ്ഞാ ഒരു സീക്ക് വരണം. സീക്ക് വന്നാ ഓ മരണം മുന്നിൽ കാണും. അള്ളാഹു ഞങ്ങൾക്കൊക്കെ എല്ലാവിധ മാരകമായ രോഗങ്ങളിൽ അള്ളാഹു കാക്കട്ടെ അല്ലേ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാക്ക് സീക്ക് വന്ന്, രോഗം വന്നു. അപ്പൊ ഫാത്തിമ ബീവി ചിന്തിച്ചത് മരണത്തെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം, ഇമാം ഖുർത്തുബി തങ്ങളുടെ തദ്കിറത്തുൽ ഖുർത്തുബി എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്. അതിലുണ്ട് മരണത്തെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോണ്ടല്ല, ഒരു സീക്ക് ചൊല്ലെങ്കില് മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാമിന്റെ ഒരു ദൂതനെ പോലെന്ന്. അതായത് ഒരിക്കൽ മരിപ്പ് വരും, പോവും. അങ്ങനെയാണ് ഈ സീക്ക് വരിക എന്ന് പറഞ്ഞാൽ. അത് ചെറുതാവട്ടെ വലുതാവട്ടെ. അപ്പൊ ഒരു അസുഖം വന്നാ പിന്നെ ഓന്റെ കൽബിൽ മരണചിന്ത ഊട്ടി ഉറപ്പിക്കണം തന്നെ. ഞമ്മന്താക്കുന്നോ, എങ്ങനെങ്കിലും ജീവിച്ചിട്ടുണ്ടാന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നു കുറെ കാലം, പിന്നെ ഹോമിയോപ്പത്തി ആക്കുന്നു, പിന്നെ നാച്ചുറോപ്പത്തി ആക്കുന്നു, പിന്നെ ഞങ്ങൾ എന്താക്കുന്നു നാട്ടി മരുന്നാക്കുന്നു, പിന്നെ ആയുർവേദിക് ആക്കുന്നു, പിന്നെ അലോപ്പത്തി ആക്കുന്നു, എന്തെല്ലാം ആക്കുന്നു. പിന്നെ ശംസു തങ്ങളുടെ അടുത്തേക്കും പോന്നു. അല്ല, അങ്ങനല്ല. ഉദാഹരണം തങ്ങളുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞ എന്റെ കാരണം എങ്ങനെങ്കിലും ഒന്ന് ജീവിച്ചിരുന്നേന്ന്. എന്നെ ശരിക്കും പറയട്ടെ, മരണചിന്ത കൽബിലേക്ക് ഉറപ്പിക്കേണ്ടത് രോഗം വന്നാ ചെറുതാവട്ടെ വലുതാവട്ടെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉമ്മമാരോട് പറയണേ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാക്ക് രോഗം വന്നു. ഇമാം ഹാക്കിം തങ്ങൾ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്നുണ്ട് റളിയല്ലാഹു അൻഹു. ആ രോഗം വന്നപ്പോ
ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അസ്മാ ബീവിയോട് ചോദിച്ചെന്തെന്നറിയോ ഞങ്ങൾക്ക്? ഫാത്തിമ ബീവിക്ക് രോഗം വന്നപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാക്ക് രോഗം വന്നപ്പോ കൽബിൽ മരിപ്പിന്റെ ചിന്ത വന്നു. അതുവരെ വന്നിട്ടില്ല എന്നല്ല, അതുവരെ ഉണ്ടായി. പക്ഷെ ഇപ്പൊ ഒന്നും കൂടി ഉറപ്പിക്കപ്പെടുകയാണ്. അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹാ ആ മഹദിയോട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, അല്ല ഫാത്തിമ, അല്ല അസ്മാ, എല്ലാ പെണ്ണുങ്ങന്മാര് മരിച്ചാൽ ഓരോ മയ്യത്ത് ഞങ്ങളെ നാട്ടിൽ കൊണ്ടുപോകുന്ന എങ്ങനെ? മയ്യത്തിന്റെ മോൾക്കൊരു വെളുത്ത തുണി ഇങ്ങനെ വിരിച്ചിട്ട് കൊണ്ടുപോകുന്നല്ലേ? അങ്ങനെ കൊണ്ടുപോകുമ്പോ മയ്യത്തിന്റെ ശരീരത്തിന്റെ കട്ടി അന്യ ആണുങ്ങൾക്ക് കണ്ടുപോകൂലേ? എന്റെ മയ്യത്തും അങ്ങനെ എന്നെ കൊണ്ടുപോകുന്നതാ, എന്റെ മയ്യത്തും അങ്ങനെ എന്നെ കൊണ്ടുപോകുന്നതാ അസ്മാ. എനിക്കിപ്പോ സീക്കായിരല്ലേ, തീരാണ്ടായിരല്ലേ? ഞാനിങ്ങനെ മരിച്ചുപോയാൽ എന്റെ മയ്യത്തും അങ്ങനെ എന്നെ കൊണ്ടുപോകുന്നതാ. ഇക്കണ്ട കാലം വരെ എന്റെ ദേഹത്തിന്റെ ആകൃതിയിലേക്ക് നോക്കാൻ ഒരു അന്യാണിനും ഞാൻ അനുവദിച്ചിട്ടില്ല. അങ്ങനത്തെ ഞാനങ്ങ് മരിച്ചാൽ എന്റെ മയ്യത്തും കൊണ്ടുപോകുന്നത് ഒരു വെള്ളത്തുണി എന്റെ മയ്യത്തിന്റെ മുകളിൽ ഇട്ടിട്ട് കൊണ്ടുപോകുമ്പോ എന്റെ മയ്യത്തിന്റെ കട്ടി അന്യ ആണുങ്ങ നോക്കൂലേ അസ്മാ റളിയല്ലാഹു അൻഹാ? ഉമ്മമാര് ഒരു രോഗമങ്ങ് ബാധിച്ചപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചിന്തിക്കുന്നത് മരിച്ചതിന് ശേഷം മയ്യത്ത് കൊണ്ടുപോകുന്ന രംഗമാണ്. ഉടനെ അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ സന്തോഷിപ്പിക്കുകയാണ്. നിങ്ങൾ ബേജാറാക്കിരണ്ട ഫാത്തിമ റളിയല്ലാഹു അൻഹാ, നിങ്ങ ബേജാറാക്കിരണ്ട, നിങ്ങ ബിൽഡണ്ട, നിങ്ങ അതിന്റെ പേരിൽ കരയണ്ട. എന്തേ കാരണം? നിങ്ങളെ കൊണ്ടുപോകുമ്പോ അങ്ങനെ കൊണ്ടുപോകാലേ. നിങ്ങളെ കൊണ്ടുപോകുമ്പോ ഞങ്ങൾ വേറെ സൗകര്യാക്ക. എങ്ങനെ വേറെ സൗകര്യോ? ഹബശ നാട്ടില് പെണ്ണുങ്ങന്മാരെ മയ്യത്ത് കൊണ്ടുപോകുന്നൊരു രംഗമുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് മദീനത്തില് മയ്യത്ത് കൊണ്ടുപോകാം. അതെങ്ങനെ അസ്മായി ചൊല്ലു നോക്ക നിങ്ങ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, അത് എങ്ങനെയാണെന്ന് പറയൂ അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ. അസ്മാ ബിൻത് ഉമൈസ് തങ്ങൾ പറയാണ്, ഈത്തപ്പഴത്തിന്റെ മട്ടലുണ്ടല്ലോ, ഈത്തപ്പഴ മരത്തിന്റെ മട്ടലുണ്ടല്ലോ, ഈത്തപ്പനയുടെ മട്ടലുണ്ടല്ലോ, ആ മട്ടലങ്ങ് മുറിച്ച് കഷ്ണം കഷ്ണമാക്കി മുറിച്ചിട്ട് മയ്യത്തിന്റെ മുകളിൽ അങ്ങ് വെക്കുന്നു. എന്നിട്ടാണ് അതിന്റെ മുകളിൽ തുണിയിടുന്നത്. അപ്പൊ മയ്യത്തിന്റെ തടിയുടെ കട്ട് അന്യ ആണുങ്ങൾക്ക് കാണൂലല്ലോ. ഈ ഒരു വിഷയമങ്ങ് പറഞ്ഞപ്പോ ചരിത്രത്തിൽ കാണാം, പൊയ്യത്തബയിലെ മണവാട്ടി ബീവി റളിയല്ലാഹു അൻഹയുടെ ഉറൂസിന്റെ സദസ്സിലിരുന്നു ഈ നൗഫലിന്റെ ബാധ കേൾക്കുന്ന ഉമ്മമാര്, സഹോദരിമാര്, ചരിത്രത്തിൽ കാണാം, ഫതബസ്സമതു ഫാത്തിമ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഇത് കേട്ടപ്പോ അങ്ങ് ചിരിച്ചുപോയി. അൽഹംദുലില്ലാഹ്. അപ്പൊ ഞാൻ മരിച്ചാലും എന്റെ മയ്യത്ത് അങ്ങനെ കൊണ്ടുപോകുമ്പോ വേറെ ആണുങ്ങൾക്ക് കാണാൻ ചാൻസ് ഇല്ലല്ലേ. ആ സന്തോഷ മുഹൂർത്തം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ചിരിച്ചുപോയി എന്ന് മാത്രമല്ല, അസ്മാ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, വമാ റഅയ്തുഹാ മുതബസ്സിമതൻ ബഅദ അബീഹാ ഇല്ലാ യൗമഇദിൻ. അന്നത്തെ ആ ദിവസമല്ലാതെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ബാപ്പയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനു ശേഷം പിന്നൊരു നാൾ ചിരിച്ചത് ഞങ്ങൾ കണ്ടിട്ടില്ല. ബാപ്പാന്റെ വഫാത്തിന്റെ പിന്നെ ഫാത്തിമ ബീബി എപ്പോഴും സങ്കടത്തിലാണ്, ദുഃഖത്തിലാണ്, വെപ്രാളത്തിലാണ്, വിഷമത്തിലാണ്, മനപ്രയാസത്തിലാണ്. പക്ഷേ
ജീവിതത്തിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാത്തിന് ശേഷം പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഒരൊറ്റ നേരമേ ഇങ്ങനെ ചിരിച്ചിട്ടുള്ളൂ. അത് ഈ നേരത്താണെന്ന് അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹാ പറഞ്ഞത് വലിയ മഹാനായ ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു കിതാബുൽ മുസ്തദ്റക്കിൽ റിപ്പോർട്ട് ചെയ്തത് വെറുതെയാണോ ഉമ്മമാര്? അതുകൊണ്ട് ആഭാസങ്ങൾ വലിച്ചെറിഞ്ഞു, ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിലങ്ങ് നിന്നോ. ഞാൻ എന്റെ വാദ നിർത്തുന്നു. അതിന് ഏറ്റവും നല്ല സമയമാണ് പരിശുദ്ധ റജബ് മാസം. കേട്ടോ, ബറക്കത്തുള്ള മാസമാണ്. നിസ്കാരം സമ്മാനമായി കിട്ടിയ മാസമാണ്. ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ശറൈത മിൻ ഹറാമി ലൈലൻ ഇലാ ഹറാമി കമാ സറൽ ബദ്റു ഫീ തജിമ്മി നല്ലുലമി. എല്ലാവരും ഒന്ന് എണീറ്റ് നിന്ന് മദീനയിലേക്ക് ഒരു സ്വലാത്ത് ചൊല്ലും. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ആ മഖാമിന്റെ പരിസരത്തുള്ളവരെല്ലാവരും സദസ്സിന്റെ അകത്തേക്ക് കയറിയുന്നു, ദുആയിലേക്ക് കടക്കുകയാണ്. ദുആയുടെ ആവശ്യമുള്ളവരൊക്കെ സദസ്സിലോട്ട് കയറി വന്നു. ഞാനങ്ങ് നിർത്താണ്. വബിത തർഖായില അന്നിൽത മൻസിലതൻ മിൻ ഖാബി ഖൗസൈനി ലാ തുദ്റക ലം തുറമി. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇതുപോലൊരു റജബ് മാസം 27-ാം രാവിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്റാ മിഅ്റാജ് പോയ നേരമാണ്. അതുകൊണ്ട് ഇവിടുന്നങ്ങ് തീരുമാനമെടുത്തോ, ആഭാസങ്ങളുടെ പിന്നില് ഞാനില്ല. ഓ യുവാക്കളെ, കല്യാണം ആഭാസകരമാകരുതെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നടക്കാത്തതൊന്നുമില്ല. യുവാക്കൾ വേണമെന്ന് വെച്ചാൽ നടക്കാത്തതൊന്നുമില്ല. അതുകൊണ്ട് എന്റെ ഇന്നത്തെ ഈ വഅദ് അവസാനിപ്പിക്കുമ്പോൾ യുവാക്കളെ കേന്ദ്രീകരിച്ചിട്ട് ഞാനങ്ങ് പറയാണ്, നാട്ടിലെ എല്ലാ കല്യാണങ്ങളും ആഭാസരഹിതമായ കല്യാണമാക്കി എടുക്കാൻ ഇസ്ലാം പൊരുത്തപ്പെട്ട വിധത്തിലുള്ള ആഘോഷം കുഴപ്പമില്ല. അല്ലാത്ത ആഘോഷങ്ങൾ, ആഭാസങ്ങൾ അവസാനിപ്പിച്ച് കൽബൊന്ന് നന്നാക്കിയെടുത്ത്, ഏഴ് കിതാബ് നന്നാക്കിയെടുത്ത് ഏത് സമയം അല്ലാഹുവിന്റെ വിളിക്കുത്തരം ചെയ്യണം എന്ന് പറയാൻ കഴിയില്ല. ഈ അടുത്ത് ഒരു റസ്വി മരണപ്പെട്ടത് കണ്ടില്ലേ? എത്ര ആളുകളാണ് നമ്മുടെ കൺമുന്നിൽ പിടഞ്ഞു വീണ് മരിക്കുന്നത്. അതെല്ലാം നമുക്ക് വലിയ പാഠമാണല്ലോ. അതല്ലേ നേരത്തെ പറഞ്ഞത്, കൊറോണ വന്നുപോയി, നമ്മളൊക്കെ അനുഭവിച്ചില്ലേ, എടങ്ങേറായില്ലേ? അതുപോലെ വയനാട് ദുരന്തം നമ്മൾ കണ്ടില്ലേ, അത് കേട്ടില്ലേ? ഇനി എന്ത് വരാനാണ് ഞാനും നിങ്ങളും കാത്തിരിക്കുന്നത്? അതുകൊണ്ട് ഒരുങ്ങിക്കോ. بيض صحيفتك سوداء في رجب بصالح العمل المنجي من اللهب. ആ കറുത്തുപോയ
7 കിതാബുണ്ടല്ലോ, അതൊന്ന് വെളുപ്പിച്ചിട്ടെടുക്കണം. അത് എപ്പോഴാണ്? ഫീ റജബി, റജബ് മാസത്തിലാണ്. ആ റജബിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. എങ്ങനെയാണ് വെളുപ്പിച്ചെടുക്കേണ്ടത്? ബിസാലിഹിൽ അമലിൽ മുൻജി മിനൽ ലഹബി, ആളിക്കത്തുന്ന നരകത്തിൽ നിന്ന്, തീയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സ്വാലിഹായ അമലുകളില്ലേ, സൽക്കർമ്മങ്ങളില്ലേ, സുഹൃതങ്ങളില്ലേ, അതെല്ലാം ചെയ്തിട്ട് റജബ് മാസത്തിൽ ഒരു പ്രതിജ്ഞ എടുക്കണം. പകുതി കഴിഞ്ഞില്ലേ, ഇനി കുറഞ്ഞ ദിവസങ്ങളല്ലേ റജബുള്ളത്. ശഅബാൻ വരാൻ പോവുകയല്ലേ, റമളാനിനെ വരവേൽക്കാൻ കാത്തിരിക്കുകയല്ലേ. അതുകൊണ്ട് നല്ല നല്ല ദിവസങ്ങളും സമയങ്ങളും രാപ്പകലുകളും 7 കിതാബ് കറുത്തുപോയതിനെ വെളുപ്പിക്കാൻ നന്നായി സമയം കണ്ടെത്തണമെന്ന് മാത്രം ഈ വൈകിയ വേളയിൽ ഞാൻ എന്റെ അമ്മാറത്തായ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാദു നിർത്തുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹ്, സാധുക്കളായ നീ ഞങ്ങൾക്കതിന് തൗഫീഖ് ചെയ്യണം റഹ്മാനേ. ഇവിടുന്ന് പ്രസംഗിക്കുമ്പോൾ മറക്കാങ്ങൾ ഇവിടുന്ന് അതാ വളർന്നു വന്നു. പൊയ്യത്തബയിലിന്റെ മഹിമ കേവലം മണവാട്ടി ബീവിയുടെ മഖ്ബറയല്ല. മണവാട്ടി ബീവി വലിയ നേർച്ചക്ക് ഫലമുള്ള മഹദിയാണ്. ഞാൻ ഇന്നത്തെ വാലിന്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഇന്ന് പൊയ്യത്തബയിലേക്ക് വാലിന് വരണം. വരുന്നത് ദുബായിൽ നിന്നാണ്. ഫ്ലൈറ്റ് ഡിലേ ആകരുത്, എയർപോർട്ടിൽ ഇറങ്ങിയാലും വൈകരുത്, റൂട്ട് ക്ലിയറായി കിട്ടണം. സംഘാടകർ നിശ്ചയിച്ച സമയത്തിന് മുമ്പ് തന്നെ ഇവിടെ എത്തണം. ഞാനതാ അവിടെ നിന്നൊരു യാസീൻ ഓതി മഹദിയുടെ പേരിൽ. എന്നിട്ട് ആ മഹദിയത്തുകൊണ്ട് തവസ്സുല് ചെയ്തു, ദുആ ചെയ്തു. അൽഹംദുലില്ലാ, ഒരു തടസ്സവുമില്ലാതെ ഇവിടെ എത്തി. ഇങ്ങോട്ട് വരുമ്പോൾ ഉസ്താദേ പൊയ്യത്തബയിലാണല്ലോ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. അവിടെ മറപ്പെട്ട് കിടക്കണം. മഹദിയുടെ പേരിലുള്ള നേർച്ച വലിയ ഫലമുള്ളതാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഞാൻ ദുബായിൽ ഒരു വീട്ടിലിരിക്കുമ്പോൾ ആ വീട്ടുകാരന്റെ ഒരു ചെറിയ മോളുണ്ട്, പൊന്നുമോൾ. മക്കളെ വിളിച്ചിട്ട് കാണിച്ചു തന്നു. ഈ കുഞ്ഞു മോളെ കാണിച്ചു. ഞാൻ ചോദിച്ചു മോളെ പേരെന്താണ്? ഉടനെ പറഞ്ഞു നഫീസ. എന്നിട്ട് അയാള് പറയാണ്, അല്ലാ, ഞങ്ങൾക്കൊരു ചെറിയ പെൺകുഞ്ഞ് വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. ഉസ്താദേ, ആണ് മക്കളുണ്ട്, പെണ്ണുമോളുണ്ട്, ഇനി ഒരു പെൺകുഞ്ഞ് വേണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ഈജിപ്തിൽ ചെന്നപ്പോൾ നഫീസ ബീവി റളിയല്ലാഹു അൻഹായുടെ ദർബാറിൽ വെച്ച് ഞാൻ അവിടെ നിന്നിങ്ങനെ മനസ്സിൽ കരുതി, നാവുകൊണ്ട് പറഞ്ഞു. ഞാൻ അങ്ങ് ദുആ ചെയ്തു, റബ്ബേ, ഈ ബീവിയുടെ ബറക്കത്ത് കൊണ്ട് എനിക്കൊരു പെൺകുഞ്ഞിനെയും കൂടി തരണം. എന്നാൽ ഞാൻ അവളെയും കൂട്ടിയിട്ട് നഫീസ ബീവി റളിയല്ലാഹു അൻഹായുടെ ദർബാറിൽ വരും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ, ആ നീയത്തിന്റെ ഫലം കൊണ്ട് അല്ലാഹു എനിക്കതാ പെൺകുഞ്ഞിനെ തന്നു. അക്കുട്ടിക്ക് ഞാൻ ബീവിയുടെ പേര് വെച്ചു. ഇനി ഇൻഷാ അല്ലാഹ് വൈകാതെ ഞാൻ അവളെയും കൂട്ടിയിട്ട് ഈജിപ്തിലോട്ട് പോവാണ് എന്ന് ആ എന്റെ സ്നേഹിതൻ പറഞ്ഞത് ഞാനിപ്പോ ഓർക്കുകയാണ്. ഔലിയാക്കൾ അങ്ങനെയാണ്. അവരുടെ അരികത്തുള്ള നീയത്തുകൾക്ക് വലിയ ഫലമാണ്, അവരുടെ പരിസരത്തിന് വലിയ ഫലമാണ്, ആ പരിസരത്ത് നടക്കുന്ന സംരംഭങ്ങൾക്ക് വലിയ ഫലമാണ്. അല്ലാഹുവേ, അതിന്റെ എല്ലാം സന്തോഷം ഖിയാമത്ത് നാൾ വരെ ഈ നാട്ടിലും അതിന് റബ്ബേ അതിന്റെ ഒക്കെ സന്തോഷം മരിക്കണ സമയത്തും ഖബറിലും മഹ്ശറിലും സ്വർഗത്തിലും ഞങ്ങൾക്ക് അനുഭവിക്കാനും സന്തോഷിക്കാനും ആസ്വദിക്കാനും ഭാഗ്യം നൽകണേ അല്ലാഹ്. എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക. നമുക്കൊരു ചെറിയ ദുആ നടത്തി പിരിയാണ്. ആ പുറത്തുള്ള ആളുകളൊക്കെ ഒന്ന് കസേരയിൽ, എനിക്ക് ഒറ്റ കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്. അപ്പൊ അതുകൊണ്ട് പുറത്തുള്ള ആളുകളൊക്കെ ഒന്ന് കസേരയിൽ കയറിയിരിക്കുക. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്ന് ദുആ നടന്നിട്ട് പോകാം. അല്ലാഹു
ഒരു നാട്ടുകാർക്ക് അദാബ് അയക്കാൻ തീരുമാനിക്കുന്നു നബി മുഹമ്മദുർ റസൂലുള്ളാഹി. പോരട്ടോ, നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞ കാര്യം ശരിക്കും കേൾക്കണം, ആണുങ്ങളും കേൾക്കണം, പെണ്ണുങ്ങളും കേൾക്കണം. ഒരു നാട്ടുകാർക്ക് അല്ലാഹു തആല ഒരു അദാബ് അയക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ നാട്ടിൽ ഒരു സ്ഥലമുണ്ട്. ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ ബൈലാവിയുടെ അവസാനം തഫ്സീറൊക്കെ കഴിഞ്ഞിട്ട് ഫാത്തിഹയുടെ മഹത്വം ഇങ്ങനെ പറയുമ്പോൾ അവസാനം പറഞ്ഞ ഈ ഹദീസാണ് അൻ ഹുദൈഫത ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല ഒരു നാട്ടാർക്ക് ശിക്ഷ കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പ ഫയഖറഉ സ്വബിയ്യും മിൻ സുബിയാനിഹിം സൂറത്തുൽ ഫാത്തിഹ. ആ നാട്ടിലെ പുള്ളോരെ കൂട്ടത്തിൽ ഒരു കുഞ്ഞ് ഫാത്തിഹ സൂറത്ത് ഓതുകയാണ്. എങ്കിൽ യർഫഉല്ലാഹു ബിദാലിക, ആ ഓതിയതിന്റെ ബറക്കത്ത് കൊണ്ട് ആ കിടാവ്, ആ കുഞ്ഞ് ഫാത്തിഹ ഓതിയതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ആ നാട്ടുകാരെ അദാബിനെ ഉയർത്തിക്കളയുകയാണ്. എത്ര ദിവസത്തേക്ക് ഉയർത്തിക്കളയും? വേണ്ടാന്ന് വെക്കും. 1-2 ദിവസമല്ല, 40 സന, 40 കൊല്ലത്തേക്ക്. നിങ്ങളൊന്ന് ആലോചിച്ചോ. അപ്പൊ മംഗളത്തിന്റെ ആഭാസെല്ലാം ഇത്രയെല്ലാം നടന്നിട്ട് എപ്പമാ ബെല്ല വന്നിട്ട് നാടെല്ലാം ഒഴുകി പോകേണ്ടതായിരുന്നു. നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ആഭാസമൊന്നും കൂടുതൽ ഇല്ലട്ടോ. അത് അല്ലെ നമ്മളെ സന്തോഷമാണ്. നമ്മളെ ഭാഗത്തുള്ളത് പറയാം. നമ്മളെ ഈ ഭാഗത്ത് അങ്ങനത്തെ ഒന്നും ഇല്ല. നമ്മൾ കാണുന്നില്ല ഇപ്പൊ എത്രയെല്ലാം വീഡിയോസോ അത് ഇതെല്ലാം വരുന്നത്. പക്ഷെ നമ്മൾ അത് കുറവാണ്, കൂടുതലും വേറെ സ്ഥലത്താണ് വരിക. പക്ഷെ ഇങ്ങനത്തെതെല്ലാം വരുമ്പോഴും നാട് മൊത്തം വെള്ളത്തിൽ ഒഴുകിപ്പോകേണ്ടതാണ്. പക്ഷേ അള്ളാഹു അദാബിനെ വേണ്ടാന്ന് വെക്കാണ് ഈ കുട്ടി ഓതുന്ന ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട്. നിങ്ങൾ നോക്കി, അൽഹംദുലില്ലാ. എത്ര കൊല്ലം വേണ്ടാന്ന് വെക്കുന്നത്? 40 വർഷം. ഞങ്ങളെ പൊയ്യത്തബയിലിൽ ദർസ് തുടങ്ങിയത് ഏത് വർഷാണെന്നൊന്നും എനിക്കറിയില്ല. 60 വർഷമായി ദർസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്രയോ കാലായി. എത്ര മഹാന്മാരുടെ ദർസുണ്ട്. ഇവിടെ മുത്തഅല്ലിമീങ്ങൾ ഇല്ലാത്ത നേരല്ല. അൽഹംദുലില്ലാ. ആ ദർസ്, അതിന് പുറമെ ഇപ്പൊ അൽഹംദുലില്ലാ ഇവിടെ ദഅവാ കോളേജ്, 2 പഠനവും ഒന്നിച്ചു പഠിച്ച് അല്ലേ കുട്ടികളെ വലുതാക്കി അവരെ സമൂഹത്തിലേക്ക് ഇറക്കി. അത് നമ്മളെ നാടിന്റെ പിന്നൊരു വെളിച്ചാണ്. ഒരു വെളിച്ചം മണവാട്ടി ബീവി റളിയല്ലാഹു അൻഹയാണ്. പിന്നൊരു വെളിച്ചോ അങ്ങനെ നമ്മളെ പള്ളി വെളിച്ചാണ്, നമ്മളെ പുള്ളോ പഠിക്കണ മദ്രസ വെളിച്ചാണ്. അതുപോലെ നമ്മളെ ദർസ്, ദഅവാ കോളേജ് ഒക്കെ വെളിച്ചാണ്. ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ ദഅവാ കോളേജിനൊരു നല്ലൊരു ബിൽഡിംഗ് വേണം എന്ന് എന്നോട് പറഞ്ഞു. അതിന്റെ പണി നടക്കുകയാണ്. ഒരു സ്ലാപ്പായി 3 നിലയുള്ള ബിൽഡിംഗ്. അള്ളാഹു എത്രയും പെട്ടെന്ന് അത് സാധിപ്പിച്ചു തരട്ടെ. എങ്കിൽ ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു പൊയ്യത്തബയിലെ 3 നിലയുള്ള ദഅവാ കോളേജ് ബിൽഡിംഗ് കൊണ്ട് എനിക്ക് ഖബറിൽ സന്തോഷം കിട്ടുകയാണെങ്കിൽ എന്റെ വകയിൽ 1 സ്ക്വയർ ഫീറ്റ് കൊടുത്താൽ എന്താ എനിക്ക് പ്രയാസം? അല്ലേ? നമ്മളിപ്പോ എന്തിനെല്ലാം ചെലവഴിക്കുന്നല്ലേ. അപ്പൊ അതുകൊണ്ട് എന്റെ വകയിൽ 1 സ്ക്വയർ ഫീറ്റിന് 2000